വികസനാനന്തരം, അതായത് പോസ്റ്റ് ഡെവലപ്മെന്റ്. ഞാൻ ഇംഗ്ലീഷിലും കുറച്ച് മലയാളത്തിലും സംസാരിക്കാം. കാരണം എനിക്ക് മുഴുവൻ പദങ്ങളും മലയാളത്തിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് അപ്പോൾ ഗാന്ധിയും ഫൂക്കോയും അതിൻ്റെ ഇടക്ക് കടന്നു വരുന്ന കാര്യമുണ്ട്. ഞാൻ ബേസിക്കലി വികസനാനന്തരം എന്താണ്, അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്സ്റ്റുകൾ ഞാൻ പറയാം. അത് ഞാൻ യൂസ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് എസ്കോബാറിൻ്റെ എൻകൗണ്ടറിങ് ഡെവലപ്മെന്റ് എന്നാണ് വാക്ക്. ഗാന്ധി നമുക്കെല്ലാം അറിയുന്ന പോലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച പല പദ്ധതികളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റാണ് ഹിന്ദു സ്വരാജ്. പിന്നെ സിവിൽ ഡിസൊബീഡിയൻസിനെ പറ്റിയിട്ടുള്ളൊരു പറഞ്ഞു. ഫൂക്കോന്റെ ഞാൻ വളരെ ചുരുക്കി 2 ടെക്സ്റ്റ് മാത്രമേ പരിശോധിക്കൂ. കാരണം കുറേ ടെക്സ്റ്റുകളുണ്ട്. ബർത്ത് ഓഫ് ദ ഫീനിക്സ്, ഹിസ്റ്ററി ഓഫ് മാൻസ്, അങ്ങനെ കുറേ ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ ഗാന്ധിയെ നമ്മൾ എങ്ങനെയാണ് കാണുക, ഗാന്ധി എന്താണ് യഥാർത്ഥത്തിൽ സ്വരാജിലൂടെ പറയുന്നത് എന്ന് ഞാൻ അവസാന ഭാഗത്ത് പറയാം. ഫൂക്കോ യഥാർത്ഥത്തിൽ എൻകൗണ്ടറിങ് ഡെവലപ്മെന്റ് എസ്കോബാർ വിശദീകരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഫൂക്കോനെ പറ്റിയിട്ട് ഫൂക്കോന്റെ ഡിസ്കോസ് എന്താണെന്ന് പറയാം. അത്രയും ഞാൻ ഫൂക്കോനെ ഗാന്ധിനെയും പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ ആദ്യം കൺസീവ് ചെയ്തത്. അപ്പോൾ ആ നിലക്ക് പോസ്റ്റ് ഡെവലപ്മെന്റ് പോസ്റ്റ് ഡെവലപ്മെന്റിന്റെ യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റിന്റെ ക്രിട്ടിക്കായിട്ട് പോസ്റ്റ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വികസനം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഡിസ്കോഴ്സിനെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതെന്ന് മാത്രം പറയാം. യഥാർത്ഥത്തിൽ 1949 US പാർലമെന്റിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രൂമാൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫെയർ ഡീൽ. ഞാൻ ഈ ഓരോ വാക്കും ഒരു വാക്കായിട്ടല്ല, നമ്മളത് കാറ്റഗറി ആയിട്ടാണ് കാണുന്നത്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന അറിവിനെ പലപ്പോഴും മനസ്സിലാക്കാൻ ഈ പദങ്ങൾ ഞാൻ പദം എന്ന് പറയാൻ എനിക്കറിയില്ല, പദമല്ല, അത് കാറ്റഗറീനെ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന്. അപ്പോൾ ഈ കാറ്റഗറീസിലൂടെയാണ് നമ്മൾ പല അറിവിനെയും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറി, ഓരോ കാറ്റഗറിക്കും വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് നമ്മളെ സോഷ്യൽ സയൻസ് പഠിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിൽ അറിവ് ഉൽപാദനം എന്ന് പറയുന്നതും അറിവിനെ നേടുന്ന പ്രക്രിയയിലും കാറ്റഗറീസ് വളരെ പ്രധാനപ്പെട്ട. അതിൽ ഞാൻ പിന്നീട് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പിന്നീട് പറയാൻ സമയമുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. അങ്ങനെ ട്രൂമാൻ്റെ ഡോക്യുമെൻ്റ് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൊന്ന് ലോകത്തിന്, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നിലനിൽക്കുന്ന, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലനിൽക്കുന്ന ലോകത്തിനെ അത് 2ആയി മാറ്റുന്നു. അതിലൊന്നാണ് ഈ കാറ്റഗറി അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്ഡ്.
അണ്ടർ ഡെവലപ്ഡ് എന്ന് പറയുന്ന ഒരു ഏരിയാസിനെ പിന്നീട് നമ്മൾ പല സപ്നകളാണ് അറിയപ്പെടുന്നത്. സപ്ന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രണ്ട് പെർട്ടിക്കുലർ കാറ്റഗറിയായി മാറ്റുന്നു. അതിലൊന്ന് പല പേരുകളിൽ അറിയാം. ഒന്ന് അണ്ടർ ഡെവലപ്ഡ്, പിന്നെ തേർഡ് വേൾഡ്, അങ്ങനെ പല വിധത്തിൽ ഈ രൂപങ്ങളാണെന്നോ എനിക്കറിയില്ല, അതിനെ മാറ്റി തീർക്കുന്നുണ്ട്. അതെന്തോ ആട്ടെ, ഈ ലോകത്തിനെ പറ്റിയിട്ട്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ലോകത്തിനെ പറ്റിയിട്ട് ട്രൂമൻ പറയുന്നത്, ഈ ലോകത്ത് ദാരിദ്ര്യമുണ്ട്, മാൽ ന്യൂട്രീഷൻ ഉണ്ട്, രോഗങ്ങളുണ്ട്, ഡിസീസസ് ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആ ലോകത്തിന് മാത്രമുള്ള പ്രശ്നമല്ല, മറിച്ച് അത് ഡെവലപ്ഡ് കൺട്രീസിനെയും കൂടി ബാധിക്കുന്ന തരത്തിലാണ് അവ നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സയന്റിഫിക് ആയിട്ടും ടെക്നിക്കലായിട്ടുള്ള നോളജ് ഉപയോഗിച്ചിട്ട് ഈ ലോകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി തീർക്കണം. അവിടെയാണ് അദ്ദേഹം ഡെവലപ്മെന്റ് ഈസ് എസെൻഷ്യലി, അതായത് ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പദമായി മാറുന്നതും, അത് അദ്ദേഹം പറയുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ പ്രക്രിയയിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഗ്രേറ്റർ പ്രൊഡക്ഷൻ, അതായത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, ആൻഡ് പ്രോസ്പെരിറ്റി ഈസ് അത് പ്രോസ്പെരിറ്റിയും പ്രൊഡക്ഷനും ഉണ്ടാകുന്ന ഒരു ലോകത്തിലേക്ക് ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ മാറ്റി തീർക്കുക. അതിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം സയന്റിഫിക്കും ടെക്നോളജിക്കലുമായിട്ടുള്ള അറിവിനെ ഉപയോഗിക്കലാണ്. സയൻസ് ആൻഡ് ടെക്നോളജിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് അറിയുന്ന ഒരു കാര്യം, യൂറോപ്പിൽ സയൻസ് എമേർജ് വരുന്ന കാലം 1800-കൾക്ക് ശേഷം സയൻസും ടെക്നോളജിയും വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുന്ന കാലത്താണ് യഥാർത്ഥത്തിൽ കൊളോണിയലിസം എന്ന് പറഞ്ഞ പ്രക്രിയ ലോകത്തിലാകമാനം നടക്കുന്നത്. ടെക്നോളജിനെ പറ്റിയിട്ട് നമുക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളിൽ ടെക്നോളജി വൻതോതിൽ ഉപയോഗിക്കുന്നു. അതായത് നമുക്കറിയാം, പലപ്പോഴും തോക്കുകൾ, ആയുധങ്ങൾ അതായത് ശരിക്കും വെച്ചാൽ കൂടുതൽ ആളുകളെ എങ്ങനെ കൊല്ലാം, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ യഥാർത്ഥത്തിൽ ടെക്നോളജീൻ്റെ ഒരു നേട്ടം കൂടി. ഞാൻ സയൻസിന്റെ പുരോഗതിനെ പറ്റി പറയുമ്പോൾ ഒരു സൈഡ് മാത്രം പറയുന്നെന്നുള്ള ഒരു ആരോപണം വേണ്ട. നമുക്കറിയാം, സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് പല മേഖലകളിലുണ്ട്. ആരോഗ്യത്തിന്റെ മേഖലയിലുണ്ട്, മറ്റ് പല മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂറോപ്പ് യഥാർത്ഥത്തിൽ കോളനിവൽക്കരണത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ ഈ തരത്തിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് സഹായിച്ചിട്ടുള്ളത്. അതിന്ന് വളരെ എവിഡന്റ് ആണ്. അതായത് ടെക്നോളജി എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. വെറും അറിവ് എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ കണ്ടാൽ പോരാ. ടെക്നോളജി ആളുകളും വാല്യൂസും ഐഡിയാസും
സോഷ്യൽ പ്രോസസ്സും ഉൾപ്പെടുന്ന ഒരു വലിയ കാറ്റഗറിയിലേക്ക് നമ്മൾ ടെക്നോളജീനെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. ടെക്നോളജി യഥാർത്ഥത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിലായാലും ശരി, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമായാലും ശരി, ടെക്നോളജി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് നമുക്കിന്ന് അറിയാം. ഇപ്പം നമ്മൾ വൈഫൈ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ 1860കളിൽ തന്നെ ഈ വയർലെസ്സിനെ പറ്റി, ഇലക്ട്രോ മാഗ്നറ്റിക് ഒരു പ്രതിഭാസത്തിനെ പറ്റിയിട്ടൊക്കെ പഠനങ്ങൾ നടക്കുകയും അത് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിലാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇന്ന് നടക്കുന്ന പ്രക്രിയയെ പറ്റിയിട്ട് ആന്റണി ഗിഡൻസ് ഒക്കെ പറയുന്ന, അതായത് ഈ ലോകത്തിന് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിലേക്ക് നയിക്കുന്നതിൽ ടെക്നോളജിക്ക് വലിയ റോളുണ്ട്. ലോകത്തിന് ഡേവിഡ് ഹാർവി പറയുന്ന പോലെ ടൈം സ്പേസ് കംപ്രഷൻ എന്ന് പറയുന്നത്, അതിലേക്ക് നയിക്കുന്ന കാര്യത്തിലേക്ക് ഈ ടെക്നോളജിക്ക് വലിയ റോളുണ്ട്. ടെക്നോളജി എന്ന് പറയുന്നത് വെറും കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നമ്മളിന്ന് മനസ്സിലാക്കുന്ന മൊബൈൽ ടെക്നോളജി ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു നമ്മൾ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ ഒരു സോഷ്യൽ പ്രോസസ്സായിട്ട് തന്നെ ആളുകൾ അവരുടെ ഐഡിയാസ്, വാല്യൂസ് എല്ലാം ചേർന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഈ പ്രക്രിയനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടക്കുന്ന പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട സയൻസും ടെക്നോളജിയും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ട്രൂമാൻ പറഞ്ഞു വെക്കുന്നതിനെ പറ്റിയിട്ട് മാത്രമാണ് തുടക്കത്തിൽ പറയുന്നത്. അപ്പോൾ ഗാന്ധിന്റെ എനിക്കറിയില്ല നിങ്ങൾ ഹിന്ദു സ്വരാജ് വായിച്ചിട്ടുണ്ടോന്ന്. ഗാന്ധി ഹിന്ദു സ്വരാജില് മെഷീനറീനെ പറ്റിയിട്ട് പറയുന്ന ഭാഗമുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കണം. സിവിലൈസേഷനെ പറ്റി പറയുന്ന ഭാഗമുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കണം. ഈ കൊളോണിയൽ മോഡേണിറ്റിക്കെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള, അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഇന്ത്യയിൽ നടത്തിയ ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൺസീവ് ചെയ്യുന്ന ചില ഐഡിയാസ് നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട രീതിയിൽ ഉപയോഗിക്കേണ്ട കാര്യമുണ്ട്. അത് ഞാൻ അവസാനം സ്വരാജിനെ പറ്റിയിട്ടും സ്വദേശി മൂവ്മെന്റിനെ പറ്റിയിട്ടും പറയുമ്പോൾ പറയാം. പക്ഷെ അത് ഗാന്ധി മാത്രമല്ല, അന്ന് ദേശീയ പ്രസ്ഥാനത്തിൽ നിലനിന്നിരുന്ന പല ആളുകളും ലിബറൽ വാല്യൂസിനെ ഹോൾഡ് ചെയ്യുന്ന ആളുകളായിരുന്നു. അവരൊക്കെ കൂട്ടിച്ചേർക്കാനും അത് ഈ സ്വദേശി മൂവ്മെന്റും സ്വരാജ് എന്ന് പറയുന്ന ഗാന്ധിന്റെ ഐഡിയയും ഏറ്റവും ഗ്രൗണ്ടിൽ, അതായത് നമ്മൾ ഏറ്റവും അവസാനം വരെയുള്ള മനുഷ്യനിലേക്കും എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം ഗാന്ധി നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് 1919 ആകുമ്പോഴേക്ക് ഗാന്ധിജി ഈ കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്ന ഒരു ടെക്സ്റ്റ്, ഒരു 10-54 പേജുള്ളൂ. അത് വേറെ പല എന്താ പറയുക, കാംബ്രിഡ്ജ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നവജീവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെക്കാം. ട്രൂമാൻ്റെ ഡോക്യുമെന്റിന് ഒരു വളരെ പ്രധാനപ്പെട്ട, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടക്കുന്ന ദേശീയ പ്രസ്ഥാനം
അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ പ്രസ്ഥാനം പല രാജ്യങ്ങളിലും നാഷണൽ ലിബറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഈ പ്രക്രിയ പല ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളിലെയും വിമോചനത്തിലേക്ക് നയിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള ഒരു വിമോചനം നേടിയ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ആ രാജ്യങ്ങളെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, ഇതാണ് യഥാർത്ഥത്തിൽ ട്രൂമാൻ ഡോക്യുമെന്റിന്റെ പ്രധാനപ്പെട്ട ക്രക്സ്. ഇത് യഥാർത്ഥത്തിൽ അഡ്വാൻസ്, അതായത് അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്ന പദം ഒരു ഭാഗത്ത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ്. ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതൊരു ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്, അമേരിക്ക, യൂറോപ്പിലെ മറ്റു പല പിന്നെ വെസ്റ്റേൺ യൂറോപ്പിലെ കൺട്രീസ് മുഴുവൻ, ഈ രാജ്യങ്ങളിലൊക്കെയുള്ള നേട്ടത്തിന് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വൻതോതിൽ വ്യാവസായിക വളർച്ച നേടിയ ഈ രാജ്യങ്ങളുടെ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ സാമൂഹ്യ പുരോഗതിയെ എങ്ങനെയാണ് മാറ്റി തീർക്കുക എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് യഥാർത്ഥത്തിൽ ട്രൂമാൻ ചോദിക്കുന്നത്. ഇനി ഇതിൽ വ്യാവസായികവും ഒരു ഭാഗത്ത് വ്യാവസായികമായിട്ട് ഉള്ള രാജ്യങ്ങളെ പോലെ, അല്ലെങ്കിൽ നഗരവൽക്കരണത്തിൻ്റെ ഒരു സിദ്ധാന്തവും അടിമുടി ടെക്നോളജിയും സയൻസും ഉപയോഗിച്ച് അഗ്രേറിയൻ രംഗത്തടക്കം മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സാധിക്കുക, അതായത് മെറ്റീരിയൽ പ്രൊഡക്ഷനും ലിവിങ് സ്റ്റാൻഡേർഡും വളർത്തുക, ഇതൊക്കെയാണ് ട്രൂമാൻ്റെ യഥാർത്ഥത്തിലുള്ള ഐഡിയ ആയിട്ട് നമ്മുടെ മുന്നിൽ അവതരിക്കപ്പെടുന്നു. ഇത് ഇന്ന് നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കിയാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ സമയത്ത് നടത്തുന്ന ഡിബേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അതിൽ പ്രധാനപ്പെട്ട കാറ്റഗറി വികസനം. ഈ വികസനം എന്ന് പറഞ്ഞ പദം യഥാർത്ഥത്തിൽ ട്രൂമാൻ കോയിനേജ് ചെയ്യുന്ന പദമാണ്. ഇത് ഒരു ഡിസ്കോഴ്സ് ആയിട്ടാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത്. ഡിസ്കോഴ്സിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. എന്താണ് ഡിസ്കോഴ്സ്? അപ്പോൾ ഈ ഡിസ്കോഴ്സായി ലോകം മുഴുവൻ ഇതിപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് നമ്മളിപ്പം മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ട്രൂമാൻ തന്നെ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് തേർഡ് വേൾഡ് എന്ന് പറയുന്ന കൺട്രീസിൻ്റെ ജനങ്ങളിൽ മുഴുവൻ അതിൻ്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ തന്നെ ഭാഗമായിട്ട് വികസനം എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ട്രൂമാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ക്യാപിറ്റൽ, സയൻസ്, ടെക്നോളജി. സോ ഇതാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ദെൻ ഈ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരവസ്ഥയിൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്കറിയാം മാർഷൽ പ്ലാന്, വേൾഡ് ബാങ്ക്, WTO, അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോകത്തിൽ പിന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. മാർഷൽ പ്ലാനൊക്കെ അതായത് യുദ്ധത്തിൽ തകർന്നടിഞ്ഞ രാജ്യങ്ങളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് യഥാർത്ഥത്തിൽ കൺസീവ് ചെയ്തു വന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം മനസ്സിലാക്കുന്നത്
യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് അവർ വളരെ കൃത്യമായി ഒരു ഡോക്യുമെൻ്റ് 1951 പബ്ലിഷ് ചെയ്യുന്നത്. അതാണ് ഫോർ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഈ ഡോക്യുമെൻ്റ് വളരെ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, ഇക്കണോമിക് പ്രോഗ്രസിൻ്റെ കാലത്ത് എന്താ പറയുക, ഇസ് ഇമ്പോസിബിൾ, അത് അസാധ്യമാണ്. ഒന്ന് എങ്ങനെ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, വൻതോതിൽ അതിനു വേണ്ടിയിട്ടുള്ള സാക്രിഫൈസ് ആവശ്യപ്പെടുന്നുണ്ട്. ആ ജനങ്ങളിൽ കൂടുതൽ ഇക്കണോമിക് പ്രോഗ്രസ്സും ഇക്കണോമിക് പ്രോസ്പെരിറ്റിയും ഉണ്ടാകണമെങ്കിൽ ഈ ജനങ്ങളിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, പലതരത്തിലുള്ള സാക്രിഫൈസും നൽകേണ്ടി വരും. അതായത് നിലവിലുള്ള എല്ലാറ്റിനെയും മാറ്റിത്തീർക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് അത് നയിക്കണം. ഒന്ന്, എല്ലാ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഫിലോസഫീനെയും അത് തകർക്കണം. എല്ലാ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇവൻ എല്ലാ ബോൺസിനെയും ഇല്ലാണ്ടാക്കണം. അത് കാസ്റ്റ് ആയാലും ശരി, കാസ്റ്റ്, ക്രീഡ്, റേസ്, എവറിത്തിങ്. ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇക്കണോമിക് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ആ ജനത കൂടുതലായിട്ട് വില കൊടുക്കുന്ന ഒരു പ്രക്രിയയായിട്ടും കൂടിയാണ് ഈ UN-ൻ്റെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് 1951 ഡോക്യുമെൻ്റ് മുന്നോട്ട് വെക്കുന്നത്. അത് ട്രൂമാൻ ഡോക്യുമെൻറ്റിന് യഥാർത്ഥത്തിൽ അനുസരണമായിട്ട് തന്നെ കൺസീവ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ഇതിനെയാണ്, ഈ 2-3 കാര്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ എസ്കോബാർ എൻകൗണ്ടറിങ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ വർക്കിൽ പരിശോധിക്കണം. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസിൽ നിന്ന് നമുക്കറിയാം. ആ കോൺസിക്വൻസിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് ഒന്ന് ഈ ഡിസ്കോഴ്സ് തന്നെ, വികസനം എന്ന് പറയുന്ന ഡിസ്കോഴ്സ്, ഓർ നമുക്കിങ്ങനെ പറയാം സ്ട്രാറ്റജി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നേരെ വിപരീതമായിട്ടുള്ള കോൺസിക്വൻസ്, അനന്തരഫലങ്ങളാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പല പ്രക്രിയയിലും നമ്മൾ ഇന്ന് എന്താ പറയുക മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പല രംഗത്തും നമ്മൾ പുരോഗതി നേടിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വികസനങ്ങളും ഈ വ്യവസ്ഥയിൽ നടന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, മാസീവായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. 2, മാൽന്യൂട്രീഷനും പിന്നെ ചൂഷണവും നിലനിൽക്കുന്നു. പിന്നെ പലതരത്തിലുള്ള ഓപ്പറേഷൻസും നിലനിൽക്കുന്നു. ഈ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ വലിയ തോതിൽ കടബാധ്യതയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യം അതിൻ്റെ മുഖമുദ്രയാണ്. വയലൻസ്, അതായത് എല്ലാ തരത്തിലുള്ള വയലൻസും ഈ രാജ്യങ്ങളിലെ ജനത അനുഭവിക്കുന്നു. ഓപ്പറേഷനെ പറ്റി പറഞ്ഞു വരുമ്പോൾ നമുക്കിന്ന് അറിയാം, ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള ജനങ്ങൾ, അതിപ്പോൾ അവരുടെ ദേശീയ വിഭവങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് വളരെ ചുരുങ്ങിയ ചില കുത്തക കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ചിട്ട് നന്ദിനി സുന്ദറൊക്കെ പറയുന്നത് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഇനി ഈവൻ മഹാരാഷ്ട്ര, ഗുജറാത്ത്, നർമ്മദ
അവിടെയൊക്കെ നടക്കുന്ന ആദിവാസികളുടെ വിഭവങ്ങളൊക്കെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഈ തരത്തിൽ കുത്തക കമ്പനികൾ എന്ത് ചെയ്യുന്നത് മുഴുവനായിട്ടും കൈയടക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ അധികാരം യഥാർത്ഥത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ ഡിസ്കോഴ്സ് മാറുന്നത്. 1950-കളിൽ തുടങ്ങിയ ഈ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയ ഇവിടുത്തെ ഈ രാജ്യങ്ങളിലെ മുഴുവൻ, അതായത് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് മാറ്റി തീർക്കുന്ന കാര്യത്തിൽ എനിക്കറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ. ലാറ്റിൻ അമേരിക്കയിൽ നടക്കുന്ന ഈ ഇപ്പം ബ്രസീലിലൊക്കെ നടക്കുന്ന ആമസോൺ വനങ്ങളൊക്കെ എങ്ങനെയാണ് വർഷത്തിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ വെട്ടിമാറ്റുന്ന വിധത്തിൽ പിന്നെ സ്വർണത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുന്ന പ്രക്രിയയിൽ എങ്ങനെയാണ് ആമസോൺ വനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കപ്പെടുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ 1970-കൾക്ക് ശേഷം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയും ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ബ്യൂറോക്രാറ്റുകളെയും രാഷ്ട്രീയക്കാരെയെല്ലാം ഈ ഡിസ്കോഴ്സ് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് എസ്കോബാർ പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം യഥാർത്ഥത്തിൽ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറിക്കെതിരായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ വൈജ്ഞാനിക മണ്ഡലത്തിൽ എന്തെങ്കിലും കാര്യം, വൈജ്ഞാനിക മണ്ഡലത്തിലായാലും ശരി, ഇവിടെ വളർന്നു വരുന്ന സോഷ്യൽ മൂവ്മെന്റിന്റെ കാര്യത്തിലായാലും ശരി, ഇതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് രൂപപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തിയാൽ നമുക്ക് പറയാം പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ്, മറ്റ് പലതരത്തിലുള്ള ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയായിട്ട് ചേർന്നിട്ട് മാത്രമാണ് നമ്മുടെ ആലോചനകൾ മുഴുവൻ നിലനിൽക്കുന്നത്. അതിൽ സോഷ്യലിസ്റ്റ് ഡെവലപ്മെന്റ്, അങ്ങനെ പല ഡെവലപ്മെന്റുമായിട്ട് ഇത് നിലനിൽക്കുന്നുണ്ട്. ഈ കാറ്റഗറീസിനെ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കുക? How we can actually criticize those approach, okay, and propose modification. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ മാറ്റി തീർക്കുന്ന ഒരു പ്രക്രിയയിൽ നമ്മൾ എങ്ങനെയാണ് ഇൻവോൾവ് ആകുക, അല്ലെങ്കിൽ അതിൻ്റെ വൈജ്ഞാനികമായിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഈ പ്രക്രിയയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എസ്കോബാർ പറയുന്നത്. അതുകൊണ്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വളരെ പെക്യൂലിയർ ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അത് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഭാവനയെ പൂർണ്ണമായി എന്ത് ചെയ്യുന്നുണ്ട്, കീഴ്പ്പെടുത്തുന്നുണ്ടെന്ന് പറയാം. ഇത് നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് റിപ്പീറ്റേറ്റീവായിട്ട് നമുക്ക് കാണാം, നമുക്ക് കേൾക്കാം. ഇതൊരു ഓംനി പ്രസന്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ എവിടെ ചർച്ച ചെയ്യുന്ന സമയത്തും നമുക്ക് അറിയാം. അത് ഇലക്ഷൻ്റെ സമയത്തായാലും ശരി, മറ്റ് ചാനൽ ചർച്ചകളിലായാലും ശരി, നമ്മളിവിടെ പലപ്പോഴും എനിക്കറിയില്ല, സെമിനാറുകളിലായാലും ശരി, മറ്റ് ഏത് കാര്യത്തിലായാലും ശരി, ഇത് നിരന്തരമായി ഇത് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പദം കേൾക്കുകയും അത് നമ്മുടെ സാമൂഹ്യ ഭാവനകളെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായി മാറ്റി തീർക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിയിട്ടുണ്ട്. സോ നൗ എങ്ങനെയാണ് ഈ ഡെവലപ്മെന്റ്
എന്ന് പറയുന്ന ഡിസ്കോഴ്സ് യഥാർത്ഥത്തിൽ കോളനൈസ് നമ്മളെ മനസ്സിനെ മുഴുവൻ കോളനൈസ് ചെയ്യപ്പെടുന്ന എന്നുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ എസ്കോബാർ പരിശോധിക്കുന്നത്. അപ്പം അദ്ദേഹം 1960കളിലും ഈ പുതിയ തരത്തിൽ എങ്ങനെയാണ് ഇപ്പം മാറ്റി തീർക്കപ്പെടുന്നത്, അതായത് നമ്മളെ അനാലിസിസിൽ എനിക്ക് അനാലിസിസിന് എങ്ങനെ എന്താ മലയാളം പറയേണ്ടതെന്ന് അറിയില്ല. 1960കൾക്ക് ശേഷം ഇതിൻ്റെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ പ്രാക്ടീസ് വളരെ വ്യാപകമായി ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഒരു ഇന്ത്യൻ അഗ്രികൾച്ചറിനെ പറ്റിയിട്ട് സുനിൽ കുമാർ ഘോഷിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ ഇംപീരിയലിസ്റ്റ് പെനിട്രേഷൻ ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 3000-ലധികം നെൽവിത്തുകൾ ഉണ്ടായിരുന്നു ഛത്തീസ്ഗഡിൽ മാത്രം. അതായത് ഫ്ലഡിനെയും ഡ്രോട്ടിനെയും അതിജീവിക്കാൻ പറ്റുന്ന 3000-ലധികം നെൽവിത്തുകൾ ഛത്തീസ്ഗഡിൽ മാത്രം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ആ നെൽവിത്തുകൾ മുഴുവൻ ഇന്നില്ലാണ്ടായി. അന്ന് ഇന്ത്യൻ റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ വളരെ മുന്നേ വായിച്ചൊരു പുസ്തകം, ഇപ്പം അതെവിടുന്നോ എനിക്ക് മിസ്സായി, അതുകൊണ്ട് അത് റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആരാന്നുള്ള കൃത്യമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല. അദ്ദേഹം ഒരു കത്ത് എഴുതുന്നുണ്ട് ഇന്ദിരാഗാന്ധിക്ക്. ആ കത്ത് യഥാർത്ഥത്തിൽ ആ കത്ത് അയച്ചതോടുകൂടി അദ്ദേഹത്തിന് ആ റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സ്ഥാനത്തിന് മാറ്റുന്നുണ്ട്. അപ്പം നമുക്ക് റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുണ്ട്, പിന്നെ ഇന്റർനാഷണൽ റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ മനിലയിലാണ്, ഫിലിപ്പൈൻസിലാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ ഫീൽഡ് വർക്ക് MA ചെയ്യുന്ന സമയത്ത് ഞാൻ ആദിലാബാദ് എന്ന് പറഞ്ഞ ഒരു ജില്ലയിലായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ട്രൈബൽ, പ്രത്യേകിച്ച് ഗോണ്ടി എന്ന് പറഞ്ഞ ട്രൈബ്സ് ആണ് അവർ. അവരോട് ഒക്കെ സംസാരിച്ചിരുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ, നെൽവിത്തുകൾ മാത്രമല്ല, അവർ ജോവർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് അവരുടെ ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ജോറി എന്ന് പറയും. അത് യഥാർത്ഥത്തിൽ അത് വളരെ ഉയരമുള്ള സാധനമാണെന്ന് പറയുന്നത്. പിന്നീട് അവർക്ക് യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇവർ നടപ്പിലാക്കി പരിപാടി. അതായത് ഇത് നടപ്പിലാക്കിയത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യ കാലത്ത് ഫ്രീ ആയിട്ട് വിത്തും വളവും പെസ്റ്റിസൈഡ്സും കൊടുക്കും. നിങ്ങൾ 2 വർഷം ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഈ പിറ്റേത്തെ കൊല്ലം നമുക്കറിയാം, വിത്ത് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിൽ ആ കൊല്ലം അത് നട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആ സാധനം ഉണ്ടാവില്ല. അങ്ങനെ ഫ്രീ ആയി ഇത് കിട്ടിയപ്പോൾ പലപ്പോഴും ആളുകളെ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ, നിർബന്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ 1960കളിൽ ഒരുപാട് ആന്ത്രപ്പോളജിസ്റ്റുകൾ അതിന് ഇഷ്ടമായ വർക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഡൽഹിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ഈ ആന്ത്രപ്പോളജിസ്റ്റുകൾ എങ്ങനെയാണ് ഈ തരത്തിലുള്ള വിത്തും വളവും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അവരുടെ നമ്മൾ പറയില്ല മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് അവരെ സൈക്കിനെ മാറ്റി തീർക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയിൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഇൻവോൾവ് ആയിരുന്നു. അത് പ്രത്യേകിച്ചിട്ട് പിന്നെ ഈ പല വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ആന്ത്രപ്പോളജിസ്റ്റിനെയും വിലക്കെടുക്കുകയും അവർ മുഴുവനായി ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, പിന്നെ ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പിന്നെ പല ഏരിയകളിലും വർക്ക് ചെയ്യുകയും ഇവരുടെ പിന്നെ ഓൾഡർ ആയിട്ടുള്ള, ഇവർ പറയുന്നത് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കൃഷി രീതികളെ എങ്ങനെ മാറ്റിത്തീർക്കണം എന്നുള്ള റിസർച്ചും കൂടിയായിരുന്നു അന്ന് നടന്നിരുന്നത്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും എസ്കോബാർ പറയുന്ന കാര്യമില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് മറ്റ് ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്
ഇത് വളരെ വ്യാപകമായി നിങ്ങൾക്ക് അറിയാം. ജയ, അയ്യാറെട്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് നെൽവിത്തുകൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ തനതായിട്ടുള്ള നമ്മുടെ പ്രകൃതിക്ക് അനുയോജിച്ച് പിന്നെ നിലനിന്നിരുന്ന വിത്തുകളെയും പിന്നെ പല കാർഷിക പിന്നെ അഗ്രേറിയൻ രംഗത്ത് അഗ്രികൾച്ചറിൽ എന്താ പറയുക പല കൃഷി രീതികളെയും വിത്തുകളെയും എല്ലാ കാര്യത്തിനെയും മാറ്റിത്തീർക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പിന്നീട് അറിയപ്പെടുന്ന ഒരു വലിയ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പേരെന്താ, സ്വാമിനാഥനാണ്, MS സ്വാമിനാഥൻ. ആ സ്വാമിനാഥൻ്റെ പിന്നെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ നെൽവിത്തുകളൊന്നും നമ്മളെ കൈമേലില്ല. ഒരു വിത്തുമില്ല, നെൽവിത്ത് മാത്രമല്ല പല വിത്തുകളും ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് കൊളോണിയലിസത്തിന് ശേഷം നടക്കുന്ന ഈ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിന്നീട് ഡെവലപ്മെന്റ് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് നേരിട്ട് രാഷ്ട്രീയമായി ഈ രാജ്യങ്ങളെ കീഴടക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ബോധമണ്ഡലത്തിലേക്ക് ഈ ആശയം കടത്തിവിടുകയും അവരെ പുതിയ രീതിയിൽ ചൂഷണം ചെയ്യാനുള്ള പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എസ്കോബാർ പറയുന്നത് ചില തരത്തിലുള്ള റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, ചില തരത്തിലുള്ള റെപ്രസെന്റേഷൻ, എനിക്കറിയില്ല റെപ്രസെന്റേഷൻ പ്രാതിനിധ്യം എന്നൊന്നും പറയാൻ പറ്റൂല. അതിന് നമ്മൾ പ്രാതിനിധ്യം എന്ന് പറയുന്ന രീതിയിലല്ല റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന പദം ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില തരത്തിലുള്ള റെപ്രസെന്റേഷൻ ബിക്കം ഡോമിനന്റ്. ആൻഡ് അത് എങ്ങനെയാണ് ഇതിനെ മുഴുവൻ മാറ്റിത്തീർക്കുന്നത്, റിയാലിറ്റീനെ മുഴുവനായി മാറ്റിത്തീർക്കുകയും അതായത് ഇമാജിൻ ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റിയാലിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ എസ്കോബാർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു നമ്മളിന്ന് നമുക്കറിയാവുന്ന വികസനം എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട തിയറി ഫൂക്കോൻ്റെയാണ്. ഫൂക്കോൻ്റെ ഡയനാമിക്സ് ഓഫ് ഡിസ്കോഴ്സ് ആണ് ഇദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നത്. ഡയനാമിക്സ് ഓഫ് ഡിസ്കോഴ്സ് ആൻഡ് പവർ. അത് എങ്ങനെയാണ് ഈ റെപ്രസെന്റേഷനെ മാറ്റിത്തീർക്കുന്നതിൽ, അതായത് സാമൂഹ്യ യാഥാർത്ഥ്യത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അതിനെ ഇമാജിൻഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അധികാരവും പവർ എന്ന് പറയുന്ന കാര്യത്തിന് ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ വളരെ അതായത് ഇത് മറനീക്കി പുറത്തു വരുന്ന ചില കാര്യങ്ങളാണ്. സർട്ടൻ ഓർഡർ ഓഫ് ഡിസ്കോഴ്സ്. അതായത് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഫൂക്കോ പിന്നീട് പറയുന്ന കാര്യത്തിന് ഞാൻ പറയാം. പക്ഷേ ഈ പർട്ടിക്കുലർ രീതിയിൽ, സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ സാമൂഹ്യമായിട്ടുള്ള യാഥാർത്ഥ്യത്തിന് നമ്മുടെ ഇടയിലേക്ക് നമുക്ക് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഭാവനക്ക് എങ്ങനെയാണ് അനുയോജ്യമായ രീതിയിലേക്ക് ഇത് മാറ്റി തീർക്കപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പിന്നീട്
ഇത് ഉപയോഗിക്കുന്ന കുറേ തിയറിസ്റ്റുകളുണ്ട്. ആഫ്രിക്കയിൽ ഇൻവെൻഷൻ ഓഫ് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു തിങ്കറുണ്ട്, മുടുംബി എന്ന് പറയുന്ന ഒരാൾ, പിന്നെ ചന്ദ്ര മൊഹന്തി, അങ്ങനെ ഹോമി ബാബ, അങ്ങനെ പല ആളുകളും ഫൂക്കോൻ്റെ ഈ ഡിസ്കോഴ്സിനെ പറ്റിയിട്ട്, ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഫൂക്കോ പല തവണ അതിനെ വിശദീകരിക്കുമ്പോൾ പല തരത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പല തരത്തിലുള്ള വിശദീകരണം നൽകുന്നത് കൊണ്ട് തന്നെ ഒരു വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ശരി, അല്ലെങ്കിൽ ഒരു വിശദീകരണം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അത് ഫൂക്കോനോട് തന്നെ ചോദിച്ചപ്പോൾ ഫൂക്കോ ഒരു ഇൻ്റർവ്യൂവിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ നായല്ല ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ, ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്ന് ഫൂക്കോ പിന്നീട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഡിസ്കോഴ്സിനെ പറ്റിയിട്ട് ഫൂക്കോൻ്റെ ഏറ്റവും വളരെ ചെറുതായിട്ടുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. അദ്ദേഹം പറയുന്നത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫൂക്കോനെ സംബന്ധിച്ചിടത്തോളം ഡിസ്കോഴ്സ്. അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ആൻഡ് പണിഷ്, പിന്നെ ബർത്ത് ഓഫ് ദ ക്ലിനിക്ക, പിന്നെ ആർക്കിയോളജി ഓഫ് നോളജിലാണ് അദ്ദേഹം ഇത് വളരെ കൃത്യമായിട്ട് എന്താ പറയണ്ടേ, കൃത്യമായിട്ട് ഡിസ്കോഴ്സ് എന്താണെന്ന് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ടെക്സ്റ്റും കൂടിയുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റുകളിലൊക്കെ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് അദ്ദേഹം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫൂക്കോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ആർക്കിയോളജി നോളജിൽ, അത് 1972 അതിലും പിന്നെ ഓർഡർ ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഇതിൽ വരുന്ന വളരെ ചെറിയൊരു ഭാഗത്തിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ തിയറിസ്റ്റുകൾ മറ്റ് ആളുകൾ, ഹോമി ബാബി ആയാലും ശരി, ചന്ദ്രമോഹന്തി ആയാലും ശരി, മുടുംബി ആയാലും ശരി, എസ്കോബാർ ആയാലും ശരി, ഇവരെങ്ങനെയാണ് ഈ പദം ഈ ഡിസ്കോഴ്സ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഫൂക്കോന്റെ തിയറി, എന്നിട്ട് എങ്ങനെയാണ് ഇതിനെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രക്രിയനെ വിശദീകരിക്കുന്നതെന്ന് മാത്രം ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഡിസ്കോഴ്സ് റെഫർ ടു ദ, ഞാൻ അത് ഇംഗ്ലീഷിൽ തന്നെ പറയാം, ദ ജനറൽ ഡൊമൈൻ ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സംടൈംസ് as a regulated practice that accounts for a number of statements. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, sometimes the general domain of all statements, okay, sometimes as an individualizable group of statements, and sometimes as a regulated practice that accounts for a number of statements. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യവഹാര മണ്ഡലത്തിൽ നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയാ, പ്രസ്താവന എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കാരണം ഏറ്റവും ചെറിയ ഇത് നമ്മളിപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നത്. അത് ഇപ്പോൾ റിലീജിയന്റെ മണ്ഡലത്തിലായാലും ശരി, രാഷ്ട്രീയത്തിന്റെ മണ്ഡലത്തിലായാലും ശരി, എല്ലാ തരത്തിലും ഇപ്പൊ പ്രസംഗം ആയാൽ പോലും എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ TV ചർച്ച ആയാലും എനിക്ക് തോന്നുന്നത് അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അങ്ങനെ നോക്കിയാൽ അദ്ദേഹം പറയുന്നത് ദ ജനറൽ ഡൊമൈൻ ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ്സ്, അദ്ദേഹം അർത്ഥമാക്കുന്ന ഇതാണ്, ദാറ്റ് ഡിസ്കോഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു റെഫർ ഓൾ അട്ടറൻസസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ്. അട്ടറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സ്പീച്ചും, അട്ടറൻസ് എന്ന് പറയുന്ന എല്ലാം ഇതടക്കം അട്ടറൻസാണ്. ഞാൻ പറയുന്നതും അട്ടറൻസാണ്. അപ്പൊ അതെല്ലാം ഉൾപ്പെടുന്നതായിട്ടാണ് ഡിസ്കോഴ്സിനെ അദ്ദേഹം കാണുന്നത്. which have been made
which have meaning, that is very crucial, which have been made, which have meaning, and which have some effect. അതായത് അതിന് എന്തുണ്ട് എന്ന് പറയുന്ന അർത്ഥമുണ്ട്, that have some effect. So ഇദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. The general domain of all statements and sometimes the general domain of all statements, sometimes as an individualizable group of statements and sometimes as a regulated practice that accounts for number of statements. എന്നിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന അദ്ദേഹം പറയുന്നത്, use the term to refer to individualizable group of statements, that is utterances which seem to form a grouping. അദ്ദേഹം പറയുന്നത് such as discourses of race, caste, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് പറയാം. ജാതിനെ പറ്റി സംസാരിക്കുന്നത്, റേസിനെ പറ്റി സംസാരിക്കുന്നത്, സ്ത്രീവാദം, എങ്ങനെ ഫെമിനിസം, everything he included in that. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം at other times അദ്ദേഹം പറയുന്നത് regulated practice that accounts for a number of statements, that is the unwritten part of it, rules and structures. അദ്ദേഹം പിന്നീട് അതിന് ഉദാഹരണവും പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് set of rules written down, how to write an essay. നിങ്ങളോട് ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല ഒരു എസ്സേ എഴുതണമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരിക്കലും പറയുന്നില്ല എങ്ങനെയാണ് എസ്സേ എഴുതേണ്ടതെന്നൊന്നും. പക്ഷെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എസ്സേ എഴുതേണ്ടത്. നിങ്ങളത് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എസ്സേ എഴുതും. അപ്പൊ അത്തരത്തിലുള്ള എന്താ പറയാ regulated practice that accounts for a number of statements. അദ്ദേഹം പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുമ്പോൾ എഴുതുന്ന എസ്സേ ഇതൊക്കെ മുൻകൂട്ടി ഇങ്ങനെയായിരിക്കണം എസ്സേ എഴുതേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടല്ല. നമ്മൾ most of us in the university managed to learn how to write within the framework of essay. അതാണ് ഫൂക്കോ പറയുന്നത്. So for Foucault, this set of structures and rules would constitute a discourse. And it is these rules which Foucault is most interested rather than utterances and text produced. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ എസ്സേ എഴുതുന്നത് അതിൻ്റെ റൂൾസ് എന്താണ്, അതിൻ്റെ പ്രത്യേക രീതിയിൽ അതെങ്ങനെയാണ് നമ്മൾ എസ്സേ നമ്മൾ എഴുതാൻ പറ്റില്ലല്ലോ എസ്സേ എഴുതാൻ പറഞ്ഞാൽ. അതെന്തുകൊണ്ടാണ് എസ്സേ തന്നെ നമ്മൾ എഴുതുന്നത്? ഇത് നമ്മൾ വളരെ കൃത്യമായി എങ്ങനെയോ പഠിച്ചു വെക്കുന്നത്. ഇതാണ് ഫൂക്കോ ഡിസ്കോഴ്സിനെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യം. ആൻഡ് ഡിസ്കോഴ്സ് ഇസ് റെഗുലേറ്റഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് that combines with others in a predictable ways. Discourse അദ്ദേഹം പറയുന്നത് is regulated by a set of rules which led to the distribution and circulation of certain utterances and statements. അപ്പോൾ ചില utteranceും ചില ഡിസ്കോഴ്സ് സ്റ്റേറ്റ്മെന്റ്സും വളരെ ഡോമിനൻ്റായി തീരും. അന്ന് അത് മറ്റ് സ്റ്റേറ്റ്മെന്റ്സിനെയും മറ്റ് അട്ടറൻസസിനെയും അത് റെഗുലേറ്റ് ചെയ്യും. അതിനൊരു ഉദാഹരണം നമുക്ക് ഇവിടുത്തെ, എനിക്കറിയില്ല നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോയെന്ന്. നമ്മളെ രാമായണത്തിൻ്റെ ഒരു സീരിയൽ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുന്നേ ഒരു സീരിയൽ ടി വിയിലുണ്ടായിരുന്നു. അന്ന് ഈ ഏഷ്യാനെറ്റും മറ്റേ റിപ്പോർട്ടറും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ DD രാവിലെ 10 മണിക്ക് DD ചാനലിൽ
പിന്നെ ഇതിങ്ങനെ നിരന്തരമായിട്ട് ആളുകൾ സീരീസ് ഓഫ് ഇതുണ്ടായിരുന്നു. രാമാനന്ദ സാഗറിന് എനിക്ക് ഓർമ്മയില്ല. അത് ആളുകൾ ഇങ്ങനെ ഇതിനു വേണ്ടി നിൽക്കുന്ന എനിക്കറിയാം. അത് ഞായറാഴ്ചയാണെന്ന എന്റെ ഓർമ്മ. ഞായറാഴ്ച എന്നാൽ ഇത് ഞാൻ പറയുന്ന ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ ആ പ്രത്യേക കാര്യത്തിന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഒരിക്കലും ഇതുണ്ടായിട്ടില്ല. ബൈബിളിന്റെ ഇത് ടെലികാസ്റ്റ് നടന്നിരുന്നോ എന്ന് എനിക്കറിയില്ല. ഖുറാൻ ഉപയോഗിച്ചിട്ടുള്ള ടെലികാസ്റ്റ് നടന്നിരുന്നോ എന്ന് അറിയില്ല. നമ്മൾ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്ന ഈ പ്രാക്ടീസസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഡോമിനേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റും അട്ടറൻസസും എന്ത് ചെയ്യുന്നത് നമ്മുടെ ബോധത്തിന് റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞ ബൈബിള്, യൂറോപ്പില് ബൈബിള് ടെക്സ്റ്റ് എന്നുള്ള നിലക്ക് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അത് other religious texts, ബൈബിളിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. there are other religious texts which are not given such wide circulation and which do not seem to have the types of structural supports that the Bible has. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അട്ടറൻസസും സ്റ്റേറ്റ്മെന്റ്സും നമ്മുടെ ബോധമണ്ഡലത്തിനെ ഡോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന. Right. Then comes the notion of exclusion is very important. Now, Foucault thinking about discourse, particular നമ്മൾ 1981 the order of discourse discourse simply as a set of statements which have some coherence. We should rather think of discourse as existing because of complex set of practices. അതുപോട്ടെ നമ്മൾ ഈ തരത്തിൽ ഇതിനെ മനസ്സിലാക്കുകയും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസ്കോഴ്സ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള ഡിസ്കോഴ്സ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ എസ്കോബാർ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് അതിൻ്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഡിസ്കോഴ്സ് ആയി മാറുന്നതെന്ന് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സമയമെടുത്തു, അതും കൂടി ഞാൻ പറയാം. ഇദ്ദേഹം ഫൂക്കോ പറയുന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട the reason that many people find the term discourse to be used is that Foucault actually stresses discourse is associated with relations of power. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അധികാരവുമായിട്ട് ബന്ധപ്പെടുന്നതും ഡിസ്കോഴ്സ് എന്ന് പറയുന്ന അധികാരമായിട്ട് കൂടി ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ട്രൂമാൻ്റെ ഡോക്യുമെന്റ് ട്രൂമാൻ മുന്നോട്ട് വെക്കുന്ന കാറ്റഗറികൾ അണ്ടർ ഡെവലപ്ഡ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ എങ്ങനെയാണ് ഈ അധികാരം ഉപയോഗിക്കുന്നത് ഈ പ്രത്യേകിച്ചിട്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിന് സാമൂഹ്യമായിട്ടുള്ള ഭാവനയെ മാറ്റിത്തീർക്കുന്ന കാര്യത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സോ നൗ ഡോമിനേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി മാർക്സിസ്റ്റ് കാറ്റഗറി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. എനിക്കറിയില്ല ഡെവലപ്മെന്റ് നിങ്ങൾ മറ്റേ ഏതൊക്കെയാ അതിന് മുന്നേ കുറെ ഇപ്പൊ സെൻട്രൽ പെരിഫറി ഡിപ്പെൻഡൻസി തിയറി ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അതില് ഡോമിനേഷൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി മാർക്സിസ്റ്റ് സ്കോളേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആക്ച്വലി ഫൂക്കോ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന കാര്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എസ്കോബാർ പറയുന്നത്.
എസ്കോബർ പറയുന്ന ഇത് നമ്മൾ ഇതിനെ ഈ പർട്ടിക്കുലർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിനെ ബ്രാക്കറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ബ്രാക്കറ്റ് ചെയ്യുകയും then only you can analyze it theoretical and practical context with which it has been associated. അതായത് നമ്മൾ ഒരു ഡോമിനേഷൻ എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് മാറി ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിനെ പ്രത്യേകമായി പരിഗണിക്കുകയും വളരെ സ്പെസിഫിക് ആയിട്ട് ബ്രാക്കറ്റ് ചെയ്യുകയും അതിനെ ബ്രാക്കറ്റ് ചെയ്യുക എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെമിലിയാരിറ്റി വളരെ ക്ലിയർ ആണ്. അതിനെ ബ്രാക്കറ്റ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യും തിയററ്റിക്കലും പ്രാക്ടിക്കലും ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇത് പിന്നെ മനസ്സിലാക്കുന്നത്, ഇതെങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നിനെ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ചെയ്ത് മാറ്റി നിർത്തി പരിശോധിക്കാവുന്ന വിധത്തിൽ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ്, അതാണ് ഫൂക്കോന്റെ ഡിസ്കോഴ്സ് നിങ്ങളെ സഹായിക്കുക എന്നാണ് പിന്നെ ഇത് ഞാൻ പറയാൻ. അതായത് ഇതൊരു മെത്തേഡും കൂടിയാണ്. എനിക്കറിയില്ല നിങ്ങളുടെ മെത്തേഡിനെ പറ്റി വളരെ കൃത്യമായിട്ട് ബോധവാന്മാരാണ്. ഓരോ തിയറിസ്റ്റും തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവും തിയററ്റിക്കൽ അപ്രോച്ചും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ്, പ്രത്യേകിച്ചിട്ട് അറിവ് ഉൽപാദനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള മെത്തേഡ് കൃത്യമായി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഈ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അറിവ് എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ എന്താ പറയാ, നമ്മൾ ഡാറ്റയായിട്ട് മാത്രം കാണുന്ന ചുരുക്കിക്കളയുന്ന ഒരു നമ്മുടെ സാമൂഹ്യശാസ്ത്ര പഠനങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ ഈ അടുത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ടോക്കിന് പോയി. ഞാൻ ആളെന്നും പറയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു ദളിത് സ്കോളറാണ്. അവര് തുടക്കം മുതൽ ഡാറ്റ സംസാരിക്കുന്നത്. അതായത് അവര് ഈ ദളിതർ എങ്ങനെയാണ് ഒപ്രസ്ഡ് ആയിട്ടുള്ള അവര് പറയുന്ന റീസൺ എന്താന്ന് പറഞ്ഞാല് അവര് പറയുന്ന കോളനിക്കകത്താണ് നമ്മൾ അവര് ഉപയോഗിക്കുന്ന പദം ഗെറ്റോ എന്നാണ്. എന്നിട്ട് അവര് പറയുന്നതിനാല് ഇത്ര ആളുകൾ 36 ലക്ഷം ആളുകൾ 20,000-ത്തിനടുത്ത് കോളനികളിൽ 26,000 മറ്റോ കോളനികളിൽ പാർക്കുണ്ട്, താമസിക്കുന്നുണ്ട്. അവർക്ക് ഭൂമിയില്ല, ഇത്ര സെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ. അതായത് ഡാറ്റ ഇവർ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ചോദ്യം ചോദിക്കുന്നതിന് ഇവർ വീണ്ടും ഡാറ്റ തന്നെ പറയുന്നു. അതായത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടപെടേണ്ടി വന്നു. എന്താന്ന് പറഞ്ഞാല് എനിക്ക് തോന്നിയ ഡാറ്റ പറഞ്ഞിട്ട് നമ്മുടെ ബോധമണ്ഡലത്തിലുള്ള ഒരു ആശയത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുമായിട്ട് സംവദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാനും പറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമ്മുടെ ഡിസ്കോഴ്സ് മെയിനായിട്ട് അതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഈ ഡിസ്കോഴ്സ് കൃത്യമായിട്ട് നമ്മുടെ ബോധമണ്ഡലത്തിനെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രക്രിയ വളരെ കൃത്യമായിട്ടുള്ള ഒരു മെത്തഡോളജിക്കൽ, അതായത് നമ്മൾ അറിവ് ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു മെത്തഡോളജിക്കൽ അപ്രോച്ച് കൂടി ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ അറിവിനെ, നിലവിലുള്ള അറിവിനെ അല്ലെങ്കിൽ കോമൺ സെൻസിനെ നമുക്ക് ഭേദിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ്, ഇദ്ദേഹം പറയുന്നത് ഡെവലപ്മെന്റ് ആസ് എ ഹിസ്റ്റോറിക്കലി പ്രൊഡ്യൂസ്ഡ് ഡിസ്കോഴ്സ്, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. സോ നമ്മൾ അണ്ടർ ഡെവലപ്ഡ് എന്ന് പറയുന്ന കാറ്റഗറീനെ പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഈ പീരീഡില് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം ആയിട്ട് അവതരിപ്പിക്കുന്നതിലൂടെയും നമ്മൾ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള
പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള സാമൂഹ്യ അവസ്ഥേന എങ്ങനെയാണ് മാറ്റി തീർക്കേണ്ടത്, അതെങ്ങനെ മാറ്റി തീർക്കും എന്ന് പറയുന്നതിന് വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ ട്രൂമാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ എങ്ങനെയാണ് അത് മാറ്റി തീർക്കുന്നത്, സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ചിട്ടാണ്. അറിവ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പവർ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിസ്കോഴ്സ് അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വെസ്റ്റിലുള്ള എക്സ്പേർട്സും പൊളിറ്റീഷ്യൻസും ഒക്കെ ഈ സാമൂഹ്യമായിട്ടുള്ള ഈ കണ്ടീഷനെ പറ്റിയിട്ട് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുള്ള ഒരു സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ അവതരിപ്പിക്കുന്നതിലൂടെയാണ്. അത് പ്രത്യേകിച്ചിട്ട് പോവർട്ടി, ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്ന, അതായത് ഇതിനെ തുടർന്ന് കാറ്റഗറീസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ മുഴുവൻ നമ്മൾ ഒരു തരത്തിൽ പരിശോധനയില്ലാണ്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഒരു പരിശോധനയും ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നതിന്, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് ഇങ്ങനെ ഒരു കാറ്റഗറിനെയും നമ്മൾ പരിശോധിക്കേണ്ടാണ് നമ്മൾ ഇത് ഓരോ പുതിയ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, without examining we are actually accepting it. We are convinced by those particular categories. അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇയാൾ പറയുന്നത്. അതിൽ പിന്നീട് ഇത് ഈ പ്രത്യേകമായിട്ടുള്ള അവസ്ഥേനെ പരിഹരിക്കാനുള്ള ശ്രമം എന്നുള്ള നിലക്ക് ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വളരെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ പ്രഖ്യാപിതമായിട്ടുള്ള പ്രാക്ടീസ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് പിന്നീട് തേർഡ് വേൾഡ് കൺട്രീസിൽ നടക്കുന്ന വികസനം എന്ന് പറയുന്ന പ്രക്രിയ. This discourse created an atmosphere of conducive environment for further discussion on poverty and backwardness. സെയ്ദ് ഓറിയന്റലിസത്തിനെ പറ്റിയിട്ടുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓറിയന്റലിസം ബേസിക്കലി എന്താണ് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇദ്ദേഹം പറയുന്നതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ നിങ്ങളെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് ആസ് ഡിസ്കോഴ്സ്. സെയ്ദിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡി ഓഫ് ഡിസ്കോഴ്സസ് ഓൺ ദ ഓറിയന്റലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് സെയ്ദ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഓറിയന്റലിസം എങ്ങനെയാണ് എന്ന് പറയുന്ന, നമ്മൾ എങ്ങനെയാണ് ഡെവലപ്മെന്റിനെ മുന്നോട്ട് വെച്ച് സെയ്ദ് ബേസിക്കലി അനലൈസ് ചെയ്യുന്ന ഓറിയന്റലിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതായത് ഇതൊക്കെ തമ്മിൽ നമ്മൾ കൂട്ടി വായിക്കാണ്ട് നമ്മൾ ഒരിക്കലും ഇതിനെ കൂട്ടി വായിക്കൂല. നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറീസ് മുഴുവൻ നമ്മുടെ വ്യവഹാരങ്ങളിൽ വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് എസ്കോബാർ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് അത് വായിക്കേണ്ട ഒരു ടെക്സ്റ്റ് തന്നെയാണ്. അതായത് എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുക, ലിങ്ക് ചെയ്യുക. ഇവിടെയാണ് അറിവിന്റെ വേറൊരു തരത്തിലുള്ള അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ വേറൊരു പ്രക്രിയ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് ഡിസ്കസ്, ഇറ്റ് ക്യാൻ ബി ഡിസ്കസ്ഡ്, അത് ഓറിയന്റലിസം ക്യാൻ ബി ഡിസ്കസ്ഡ് ആൻഡ് അനലൈസ്ഡ് ആസ് എ കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഡീലിംഗ് വിത്ത് ഇറ്റ് ബൈ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇറ്റ്. അത് യഥാർത്ഥത്തിൽ ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലൂടെയും പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യൂസിലൂടെയും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെയും അതിനെ പഠിപ്പിക്കുന്നതിലൂടെയും സെറ്റിലിംഗ് ഇറ്റ്, റൂളിംഗ് ഓവർ ഇറ്റ്. ഇൻ ഷോർട്ട്, ഓറിയന്റലിസം ആസ് എ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഡോമിനേറ്റിംഗ്, റീസ്ട്രക്ചറിങ് ആൻഡ് ഹാവിംഗ് അതോറിറ്റി ഓഫ് ദ ഓറിയന്റ്. നിങ്ങൾക്ക് ഈ ഉർസുല ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീന്റെ ഒരു ചെറിയ വർക്കുണ്ട് കാസ്റ്റിനെ പറ്റിയിട്ടുള്ള. ആ വർക്കിൽ ഞാൻ ഇതിപ്പം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്,
അതിൽ കാസ്റ്റ് എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ എന്ന് പറയുന്ന ഒരു കൊളോണിയൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് കാസ്റ്റ് എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് 1881 തോന്നുന്നു സെൻസസ് ആയിട്ട് തുടങ്ങുന്നത്. ആ പ്രോസസ്സിൽ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം കൊളോണിയലിസം ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ, പീപ്പിൾ, എവറിഥിങ്, ഓക്കെ, everything was classified. ആ പ്രോസസ്സ് സെൻസസ് എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. സെൻസസ് എന്ന് പറയുന്ന ഈ സെൻസസിലൂടെ നടക്കുന്ന പ്രോസസ് ഇതാണ്. ഞാൻ ഇന്ന ജാതിയാണെന്ന് ഞാൻ തന്നെ അറിയുന്ന ഒരു പ്രക്രിയയിൽ നടക്കുന്നത്. അപ്പൊ ഈ പ്രക്രിയയിലൂടെയാണ് യഥാർത്ഥത്തിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നിർമ്മിച്ചെടുക്കുന്നതെന്നാണ് ഉർസുല ശർമ്മ ആ പുസ്തകത്തിൽ പറയുന്നത്. അത് പിന്നീട് പിന്നെ ജോത്ക പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മറ്റ് വർക്കുകളിൽ. അപ്പൊ ഈ ഓറിയന്റിനെ നിർമ്മിച്ചെടുക്കുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യൂസിനെയും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിലും അതിനെ പഠിപ്പിക്കുന്നതിലൂടെയും ഇതൊരു തരത്തിലുള്ള ഡോമിനേഷൻ ആണെന്ന് ആര് പറയുന്നുണ്ട്? സെയ്ദ് പറയുന്നുണ്ട്. അതായത് his contention is that without examining Orientalism as a discourse, we cannot possibly understand the enormous systematic discipline by which European culture was able to manage. അതായത് യൂറോപ്പിന്റെ ഡോമിനേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രക്രിയ ആയിട്ടാണ് ഓറിയന്റലിസത്തിനെ ചെയ്ത് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല പിന്നീട് മറ്റ് പിന്നെ യൂറോപ്പിന്റെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ പറ്റി വളരെ റീസെന്റ് ആയിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു വളരെ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് ചെയ്ത് പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ആക്ച്വലി ഓറിയന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് പൊളിറ്റിക്കലി, ഐഡിയോളജിക്കലി, സയന്റിഫിക്കലി ആൻഡ് ഇമാജിനേറ്റീവ്ലി ഡ്യൂറിംഗ് ദ പോസ്റ്റ് എൻലൈറ്റ്മെന്റ് പീരീഡ്. ഞാൻ എൻലൈറ്റ്മെന്റിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നില്ല, പക്ഷെ സ്റ്റുവർട്ട് ഹാള് എൻലൈറ്റ്മെന്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ സ്റ്റുവർട്ട് ഹാൾ ഒരു കാര്യം പറയുന്നുണ്ട്. സ്റ്റുവർട്ട് ഹാൾ പറയുന്നത് പറഞ്ഞാൽ എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനെ മാത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. അത് ഒരു വലിയ മാഗ്നിറ്റ്യൂഡിൽ നടക്കുന്ന പ്രോസസ്സാണ്. അതിനെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. അതിലെ ഒരു പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ ചില കാര്യങ്ങള്, ചില യൂറോപ്പിലെ ചില എന്താ പറയാ ചില പ്രക്രിയ അത് എൻലൈറ്റ്മെന്റിന്റെ ഡോമിനന്റ് ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില സ്ട്രഗിൾസ് ആണ് യഥാർത്ഥത്തിൽ ഇത് പിന്നീട് എൻലൈറ്റ്മെന്റിനെ രൂപപ്പെടുത്തുകയും ഇത് പിന്നീട് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള പ്രത്യേകമായിട്ട് രൂപപ്പെടുന്ന ഈ എൻലൈറ്റ്മെന്റിന്റെ ചില നമ്മളെ സവിശേഷമായിട്ടുള്ള രൂപങ്ങളാണ് പിന്നീട് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന രൂപമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് മോഡേണിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ എൻലൈറ്റ്മെന്റ് എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എൻലൈറ്റ്മെന്റിന്റെ ഉള്ളിൽ വലിയ പ്രോസസ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, വളരെ വിഘടിതമായിട്ടുള്ള, ഒരു തരത്തിലും ഹോമോജീനിയസ് അല്ലാത്ത ഹെട്രോജീനിയസ് ആയിട്ടുള്ള പല പ്രക്രിയകളുടെയും പിന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ചിലത് ഡോമിനന്റ് ആവുന്ന ഒരു പ്രോസസ്സാണ് പിന്നീട് എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇദ്ദേഹം ചെയ്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊരു പർട്ടിക്കുലർ വ്യാഖ്യാനം, ഈ വ്യാഖ്യാനം. അപ്പോൾ ഈ ഓറിയന്റലിസം നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അതായത് ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കേഴ്സ് ആയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം ഡെവലപ്മെന്റിനെ. അതാണ് എസ്കോബാർ പറയുന്നത്. എസ്കോബാർ പറയുന്നത് ഇതൊരു ഓറിയന്റലിസം ഹാസ് ആക്ച്വലി സെയ്ദിന്റെ ഈ വർക്ക് അതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ക്രിയേറ്റീവായിട്ടുള്ള സ്റ്റഡീസിനും
അത് അല്ലെ എൻക്വയറിക്കും അത് സഹായിച്ചിട്ടുണ്ട്. എബൌട്ട് റെപ്രസെൻറ്റേഷൻ, അതായത് നമ്മൾ ഇന്ന് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന, അതായത് നേരത്തെ തുടക്കത്തിൽ എങ്ങനെയാണ് ഈ റെപ്രസെൻറ്റേഷൻസ് വളരെ കൃത്യമായിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ സെയ്ദിൻ്റെ വർക്ക് സഹായിച്ചിട്ടുണ്ട്. അതിൽ ഇത് ഞാൻ പറയുന്ന ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചിട്ട് പിന്നെ ആഫ്രിക്കൻ്റെ കാര്യത്തിൽ പല വർക്കുകളുണ്ട്. ആഫ്രിക്കൻ ഫിലോസഫിയിലും ആഫ്രിക്കൻ ആന്ത്രപ്പോളജിയിലും ഒക്കെ നടക്കുന്ന പല വർക്കുകളും നമുക്ക് ഇപ്പം കാണാൻ പറ്റും. പ്രത്യേകിച്ചിട്ട് ഈ മുടുംബി എന്ന് പറയുന്ന ഒരു തിങ്കർ ഉണ്ട്. അദ്ദേഹം പറയുന്നത് സ്റ്റഡി ദ തീം ഓഫ് ദ ഫൗണ്ടേഷൻ ഓഫ് ഡിസ്കോഴ്സസ് അബൌട്ട് ആഫ്രിക്ക. നമ്മളിപ്പോൾ ആഫ്രിക്കൻ സംബന്ധിച്ചിട്ടുള്ള ഈ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ വേൾഡ്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് റിയാലിറ്റീസ് ഫോർ നോളജ്. അതിന് ആഫ്രിക്ക എന്ന് പറയുന്നത് തന്നെ ഈ കാറ്റഗറി എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന സ്ഥലത്ത് തന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക അറിവിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓറിയന്റലിസത്തിന്റെ പല രീതിയിലാണ് നമ്മൾ ഈ റെപ്രസെൻറ്റേഷനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആഫ്രിക്കൻ്റെ കാര്യത്തിലായാലും ഇന്ത്യൻ്റെ കാര്യത്തിലായാലും. അതുകൊണ്ടാണ് പിന്നീട് ഗാന്ധി ഇതിനെയൊക്കെ ചാലഞ്ച് ചെയ്യുന്നത്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ബ്രീഫായിട്ട് എങ്ങനെയാണ് അത് ചാലഞ്ച് ചെയ്യുന്നത് മാത്രം പറയാം. അപ്പോൾ ഇത് കുറച്ച് അധികമായിപ്പോയി തോന്നല്ലോ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ മിസ് ചെയ്യാം, എന്നിട്ട് ഞാൻ കുറച്ചുകൂടി കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതെനിക്കൊന്ന് കുറേ സമയം കുറേ ആയിരുന്നു. എനിക്കറിയില്ല ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാനിപ്പം ഓറിയന്റലിസത്തിനെ പറ്റിയിട്ട് സെയ്ദിന്റെ കാര്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇതാണ്. അതായത് എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ ഒരു വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ആയിട്ട് നമ്മുടെ ബോധമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന എന്ന് മാത്രമാണ് ഞാൻ സെയ്ദിനെ ഉപയോഗിച്ച് പറയുന്നത്. അതായത് ഞാൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടും പിന്നെ നമ്മുടെ കാഴ്ചപ്പാടും ഇതൊക്കെ വൺ സൈഡഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് കാണുന്നത്. ഇത് പറയുമ്പോൾ ഒരു വളരെ പർട്ടിക്കുലർ വേ ഇൻ വിച്ച് തിമോത്തി മിച്ചൽ പറയുന്ന എങ്ങനെയാണ് ഒരു പ്രത്യേക രീതിയിലുള്ള പർട്ടിക്കുലർ മെത്തേഡ് ഓഫ് ഓർഡർ ആൻഡ് ട്രൂത്ത് ദാറ്റ് ക്യാരക്ടറൈസസ് മോഡേൺ വെസ്റ്റ്. അതായത് ഒരു പ്രത്യേക തരത്തിൽ നമുക്കിന്നറിയാം, ഒരു പ്രത്യേക തരത്തിലുള്ള മെത്തേഡും അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഓർഡർ ആൻഡ് ട്രൂത്തിനെ പറ്റിയിട്ടാണ് യഥാർത്ഥത്തിൽ മോഡേൺ വെസ്റ്റ് സംസാരിക്കുന്നത്. നമുക്ക് പിന്നീട് നടക്കുന്ന ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ പ്രക്രിയനെ തിമോത്തി മിച്ചൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് തിമോത്തി മിച്ചൽ മാത്രമല്ല, ഈ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്ന, അതായത് 1851 ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ലണ്ടനിൽ. അതായത് ആ എക്സിബിഷനിൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഭൂപടം കാണിക്കും ലണ്ടനിലെ ആളുകൾക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. Setting up of world as a picture. So the model of world exhibitions, ഈ മാപ്പ് എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് നമുക്കിന്ന് നമ്മൾ എല്ലാവരും മാപ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പം മാപ്പ്
എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഈ നമ്മളിന്ന് അറിയുന്നത് തന്നെ മാപ്പിൽ എങ്ങനെയാണ് ഓരോ ഏരിയയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം കേരളത്തിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു മാപ്പ് കണ്ടാൽ നമുക്കറിയാം കേരളം എവിടെയാണ്, ഓരോ ജോഗ്രഫിക്കൽ ഏരിയാസ് എവിടെയാണ്. അപ്പോൾ ഈ തരത്തിൽ ഒരു വേൾഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് 19th സെഞ്ച്വറിയോട്. മിച്ചൽ പറയുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കലും മെത്തഡോളജിക്കലുമായിട്ടുള്ള ഒരു ഇൻവെൻഷനാണ്. അതായത് മിച്ചൽ പറയുന്ന ഇതാണ്, മോഡേൺ യൂറോപ്യൻ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഷീ വുഡ് എക്സ്പീരിയൻസ്, അതായത് എവിടെയുള്ള ആളുകൾ ഷീ വുഡ് എക്സ്പീരിയൻസ് ലൈഫ് ആസ് ഇഫ്, അത് അവർക്ക് ഇത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഫിസിക്കൽ വേൾഡ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. ആ എക്സിബിഷനിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും ഇത് വളരെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു വസ്തുവായിട്ട് ലോകത്തിന് നിങ്ങളുടെ മുന്നിൽ എക്സിബിറ്റ് ചെയ്യും. അത് ഒബ്സർവർ കാണുന്ന ആളുകൾ അത് എൻഫ്രെയിംഡ് എന്നാണ് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ റിയാലിറ്റി, അവനവൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് അവർക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഈ ലോകത്തിനെ കാണാം. ആൻഡ് നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാം. ദിസ് എൻഫ്രെയിമിംഗ് ടു പ്ലേസ് അക്കോർഡിംഗ് ടു യൂറോപ്യൻ കാറ്റഗറീസ്. ഇത് മുഴുവൻ യൂറോപ്യൻ കാറ്റഗറീസ് ഉപയോഗിച്ചിട്ടാണ് ഇത് മുഴുവൻ നിർമ്മിക്കപ്പെടുന്നത്. അതായത് this is considered to be a regime of objectivism in which Europeans were subjected to double demand, to be detached and objective, and yet to immerse themselves in a local life. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റേ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, IIT റിസർച്ച് ചെയ്യുന്ന ഒരു സുഹൃത്ത്. അദ്ദേഹം ഫിലിമിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഈ കളർ ഫിലിമിനെ പറ്റിയിട്ടുള്ള കളർ എങ്ങനെയാണ് ഫിലിമിൽ ഉപയോഗിച്ചു തുടങ്ങിയത്, ആ കളറിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് എന്തായിരുന്നു, ഫിലിം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്, അതായത് ഈ ഫോട്ടോസ്, ഫിലിംസ്, മാപ്പ്, ഇത് മുഴുവൻ യഥാർത്ഥത്തിൽ അതായത് ക്ലോത്ത്, ഫോട്ടോ എടുക്കുന്നവരുടെ ഓരോ ജാതിയിലുള്ള ആളുകളും എങ്ങനത്തെ വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിന്റെ കോണ്ടക്സ്റ്റിലൊക്കെ നിങ്ങൾക്ക് അത് ഫോട്ടോസ് കണ്ടാൽ അറിയാം. ചില ആന്ത്രപ്പോളജിക്കൽ 1920കളിലൊക്കെയുള്ള ആന്ത്രപ്പോളജിക്കൽ വർക്കുകൾ മുഴുവൻ ഇങ്ങനെ ഫോട്ടോസും പിന്നെ ഈ ഇത്തരത്തിലുള്ള ഫിലിംസും ഒക്കെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നത് നമുക്ക് മാറി നിന്നിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. റെജീം ഓഫ് ഒബ്ജക്റ്റിവൈസേഷൻ എന്നാണ് ഇതിനെ പറ്റിയിട്ട് ടിമോത്തി മിച്ചൽ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്തിട്ട് അതിനെ ഒബ്ജക്റ്റിനെ മനസ്സിലാക്കാനും ലോക്കൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രക്രിയയാണ് അന്ന് നടന്നിരുന്നത്. ഇതൊക്കെയാണ് there are methods used, അതായത് ഇങ്ങനെയുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെൻറ്റേഷൻ നിർമ്മിച്ചെടുത്തതെന്നാണ് മിച്ചൽ അടക്കമുള്ള പല ആളുകളും ഈ പിക്ചർ ആസ് എ പ്രസൻസ് ഓഫ് യൂറോപ്യൻ ഒബ്സർവർ അതിനെ നമുക്ക് മനസ്സിലാവും ഈ പിക്ചർ എടുക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ യൂറോപ്യൻസ് യഥാർത്ഥത്തിൽ എലിമിനേറ്റ് ചെയ്യും, അവർ തന്നെ അവരെ പാർട്ടിസിപ്പേഷനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പിക്ചറും ഈ ഫിലിമും ഒക്കെ നിർമ്മിക്കുന്നത്. അതായത് ഫ്രം എ പൊസിഷൻ ദാറ്റ് ഈസ് ഇൻവിസിബിൾ ആൻഡ് സെറ്റ് അപ്പാർട്ട്. അതായത് ഇതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള, അതായത് യൂറോപ്യൻസിന്റെ പ്രസൻസ് എപ്പോഴും ഇൻവിസിബിൾ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. So West had to come alive as though the world were divided in this way into two, into the realm of mere representation and realm of the real. അതായത് നിങ്ങൾക്ക് ഇതിനെ
representation ആയിട്ട് കാണാം, and at the same time it is a realm of the real into exhibitions and external reality into an order of mere models. ഞാൻ ഇതിൽ അധികം പറയാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഈ regime of order and truth is an essential aspect of modernity and has been deepened by economics and development. So നമുക്ക് ഇന്ന് സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് അറിയാം, സാമ്പത്തിക ശാസ്ത്രം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം, സാമ്പത്തിക ശാസ്ത്രം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ പ്രക്രിയേന അല്ലെങ്കിൽ ഈ ഡിസ്കോഴ്സിനെ എല്ലാ സ്ഥലത്തും എത്തിച്ചെന്നറിയാം. അതായത് എനിക്ക് അവരെ വർക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ആളെ ഓർമ്മയില്ല. പൊളിറ്റിക്സ് ഓഫ് മണി എന്ന് പറയുന്ന ഒരു വർക്കിൽ ഓദർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇക്കണോമിക്സ് നിങ്ങൾക്കറിയാം, ലോകത്തിലെ എല്ലാ ഇന്ത്യയിലും ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും പിന്നെ കേരളത്തിലടക്കം നിങ്ങൾ നോക്കിയാൽ എല്ലാ കോളേജിലും എക്കണോമിക്സ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റാണ്. അതായത് ഇതിന് എക്കണോമിക്സ് പഠിക്കാൻ ഫണ്ടില്ല. അത് പൊളിറ്റിക്സ് ഓഫ് മണി എന്ന് പറയുന്ന ഒരു വർക്കിൽ ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. വർക്കിൽ ഈ ഇക്കണോമിക്സിനെയും ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഡിസ്കോഴ്സിനെയും എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, ലിങ്ക് ചെയ്യേണ്ടതെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇത് ഒരു അർത്ഥത്തിൽ ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഒബ്ജക്റ്റിവിസ്റ്റ് ആൻഡ് എംപിരിസിസ്റ്റ് സ്റ്റാൻഡ്. അതായത് നമുക്കറിയാം ബേസിക്കലി ഇതൊരു എംപിരിക്കലായിട്ട് ഡാറ്റ കളക്ട് ചെയ്യും, അതിനെ ക്വാണ്ടിഫൈ ചെയ്യും, അതിനെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇതിലേക്ക് മാറ്റുകയും അതിനെ ഗ്രാഫിക് റെപ്രസെന്റേഷനായിട്ട് മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇക്കണോമിക്സിന്റെ പ്രോസസ്സ്. അപ്പോൾ എവറിഥിങ് തേർഡ് വേൾഡിനൊക്കെ പറ്റിയിട്ടുള്ള നമ്മൾ ഇപ്പം ഡാറ്റ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, വേൾഡ് ബാങ്ക് ഡാറ്റ, അല്ലെങ്കിൽ കേരളത്തിന്റെ കോണ്ടക്സ്റ്റിലാണെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, അതിന്റെ ഇൻഡീസസ് എന്താണെന്ന് ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1970-കളിൽ സാമ്പത്തിക ശാസ്ത്രന്മാർ ഈ പ്രക്രിയയിലൂടെയാണ് കടന്നുപോയത്. ഞാനിത് ഒരു ഇതായിട്ട് നിങ്ങളോട് മുന്നിൽ വെക്കുകയല്ല, മറിച്ച് ഈ പ്രോസസ്സ് വളരെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടിയും പറയാം, എന്നിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം, എന്നിട്ട് നമുക്ക് ഗാന്ധിയിലേക്ക് കിടക്കാം. അപ്പോൾ ചന്ദ്ര മൊഹന്തി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തിങ്കർ ഉണ്ട്. അവർ പറയുന്നത് refers to the same future when raising the question. അതായത് മോഡേണിറ്റിനെ പറ്റി പറയുമ്പോൾ who produces knowledge about third world woman and from what spaces? She actually, Chandra Mohanty discovered that women in the third world are represented in most feminist literature on development as having, അതായത് നീഡിനെ ബേസ് ചെയ്തിട്ടുള്ള അവരെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് സ്ത്രീകളെ തേർഡ് വേൾഡിലുള്ള വുമൺ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ചന്ദ്രമോഹന്തി പറയുന്നുണ്ട്. ബട്ട് വെരി ഫ്യൂ ചോയ്സസ്, അവരെ സംബന്ധിച്ചോളം ഒരു ചോയ്സസ് എന്ന് പറയുന്ന ഇല്ലാത്ത ആളുകളാണ്. നോ ഫ്രീഡം ടു ആക്ട്, അവർക്ക് ഫ്രീഡം ഇല്ല. അതായത് ട്രഡീഷണലി ബൗണ്ടഡ് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിലും സാമൂഹ്യ അവസ്ഥകളിലെയും ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് യഥാർത്ഥത്തിൽ മോഡേൺ വെസ്റ്റ് സ്ത്രീകളെ എന്ത് ചെയ്തിട്ടുള്ള പിന്നെ റെപ്രസെന്റേഷനിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ചന്ദ്രമോഹന്തി പറയുന്നത്. അതായത് എന്താണ് മനസ്സിലാക്കുന്നതിനാൽ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അനാലിസിസ് ഇസ് എൻ ഇമേജ് ഓഫ് ആവറേജ് തേർഡ് വേൾഡ് വുമൺ. അങ്ങനെ that is constructed through the use of statistics and certain categories. അങ്ങനെ ചില തരത്തിലുള്ള റെപ്രസെന്റേഷൻസിലൂടെ ചില തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ചില കാറ്റഗറീസ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ സ്ത്രീകളെ പിന്നെ യഥാർത്ഥത്തിൽ തേർഡ് വേൾഡ് വുമനെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണെന്ന് പറയുന്നത്. ഞാൻ
ഗവൺമെന്റാലിറ്റീനെ പറ്റിയിട്ടുള്ള സാധനങ്ങളൊന്നും പറയുന്നില്ല, കാരണം സമയം അത്രയേ ഉള്ളൂ. ഞാൻ ഗാന്ധിനെ പറ്റിയിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഈ പരിപാടി, ഈ ടോക്ക് അവസാനിപ്പിക്കണം. ഞാൻ എങ്ങനെയാണ് ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. ഇതിനെ നമ്മൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് കാണുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കുന്ന ഇതൊരു ഡിസ്കോഴ്സസ്, ഫൂക്കോ പറഞ്ഞ പോലെയുള്ള ഒരു ഡിസ്കോഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിനെതിരായിട്ടുള്ള ഒരു ഈ ഡീകൺസ്ട്രക്ഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്ന കാര്യം 1980 പിന്നെ ഫെർഗൂസണൊക്കെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ലസോത്തോനെ പറ്റിയിട്ടുള്ള, ആഫ്രിക്കയിലെ ലസോത്തോ എന്ന് പറയുന്ന ഒരു കൺട്രീനെ പറ്റിയിട്ടുള്ള പഠനത്തിലൂടെയൊക്കെ മുന്നോട്ട് വെക്കപ്പെടുന്നുണ്ട്. അതായത് ഈ റൂറൽ ഡെവലപ്മെന്റ് അവിടെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വേൾഡ് ബാങ്ക് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഇതിലൂടെ എങ്ങനെയാണ് ഇത് മുഴുവൻ റീസ്ട്രക്ചർ ചെയ്യുന്നത്, സ്റ്റേറ്റിനെ എങ്ങനെയാണ് പിന്നെ റീസ്ട്രക്ചർ ചെയ്യുന്നത്, സോഷ്യൽ ആൻഡ് സാമൂഹ്യവും അല്ലെങ്കിൽ പിന്നെ റൂറലായിട്ടും സാമൂഹികമായിട്ടുള്ള സോഷ്യലുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് റീസ്ട്രക്ചർ ചെയ്യുന്നത്, എങ്ങനെയാണ് വെസ്റ്റേൺ മോഡേണൈസേഷൻ പ്രോസസ്സ് ഇതിനൊക്കെ ഈ പ്രോസസ്സിനെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡീപൊളിറ്റിസൈസേഷൻ നടക്കുന്നത്. അതിൽ ജോൺ ഹാരിസിൻ്റെ ഒരു വർക്ക് ഉണ്ട്, ലെഫ്റ്റ് ഓവർ പബ്ലിഷ് ചെയ്ത്. അതിൽ ഡീപൊളിറ്റിസൈസിങ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പദമാണ്, അതിൽ ഒരു ടൈറ്റിലാണ്. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. അതിൽ അദ്ദേഹം സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കാറ്റഗറി വേൾഡ് ബാങ്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നൊക്കെയുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഗാന്ധിനെ പറ്റി പറഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഞാനിത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഗാന്ധി സ്വരാജിനെ പറ്റിയിട്ട് പറയുമ്പോൾ സ്വരാജ് എന്ന് പറയുന്നത് ഒരു നിയർ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. സ്വരാജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്വാളിറ്റേറ്റീവ്ലി തന്നെ വ്യത്യാസപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കോഴ്സ് ആയിട്ടാണ് ഗാന്ധി സ്വരാജിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സ്വരാജിന് ഒരു വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്ത്യൻ റൂട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാ പറയാന്ന് പറഞ്ഞാൽ, ഈ സ്വരാജ് എന്ന് പറഞ്ഞ പദത്തിന് ഒരു ട്രാൻസ്ലേഷൻ പോലും ഗാന്ധിക്ക് അന്ന് കിട്ടിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ബംഗാളിലെ സ്വദേശി മൂവ്മെന്റ് 1905 ബംഗാളിനെ വെട്ടിമുറിക്കാൻ പോയ സമയത്ത് നിങ്ങൾക്ക് സുമിത് സർക്കാരിൻ്റെ ഒരു സ്വദേശി മൂവ്മെന്റ് ഇൻ ബംഗാൾ എന്ന് പറഞ്ഞ വർക്ക് എടുത്ത് വായിച്ചു നോക്കാം. അതിൽ സ്വദേശി മൂവ്മെന്റ് എങ്ങനെയാണ് ആസ് എൻ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കൺസെപ്റ്റ് ഡെവലപ്ഡ്. യഥാർത്ഥത്തിൽ ഗാന്ധി ഇത് പിന്നെ ഗാന്ധിൻ്റെ ഒരു എന്താ പറയുക, ഒരു വളരെ തിയറട്ടിക്കലായിട്ടും പ്രാക്ടിക്കലുമായിട്ടുള്ള കൺസെപ്റ്റിനെ പ്രത്യേകിച്ച് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ജനതയെ മൊബിലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയിൽ ഗാന്ധി ഇൻവോൾവ് ആകുന്നതോടുകൂടി ഗാന്ധി സ്വരാജിനെ പറ്റി വളരെ കൃത്യമായിട്ട് ചിന്തിക്കണം. സ്വരാജ് അതിനെ പറ്റിയിട്ടുള്ള ആ ചർച്ച, അത് എഡിറ്റർ റീഡർ എന്ന് പറയുന്ന ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്ന രീതിയിലാണ് ആ ടെക്സ്റ്റ്. അതിൽ നമുക്ക് ഇങ്ങനെ പറയാം, സ്വരാജ് ആസ് എൻ ഐഡിയോളജി that stems from the fact that not only അത് വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങളെ പൊളിറ്റിക്കലി യോജിപ്പിക്കുന്നതും ഓർഗാനിക്കലി ഇന്ത്യൻ മാസസിന്റെ സൈക്കിനെ രൂപപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് മുന്നോട്ട് വെക്കപ്പെടുന്നത്. അത് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ സ്ട്രഗിള് യഥാർത്ഥത്തിൽ ഒരു ഐഡിയോളജിക്കൽ ക്യാരക്ടറും യഥാർത്ഥത്തിൽ ഐഡിയോളജിക്കലി ഒരു ക്യാരക്ടറും ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ആർട്ടിക്കുലേഷനും അതിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റാകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് കൊളോണിയൽ മോഡേണിറ്റിക്കെതിരായിട്ടുള്ള റെസിസ്റ്റൻസിനെ രൂപപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റായിട്ട് കൂടി നമുക്ക് കാണാം. ഇറ്റ് വാസ് എ യുണീക്ക് എക്സ്പെരിമെന്റ്
ആസ് എ ഫിലോസഫിക്കൽ കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇതാണ് ഈ ടെക്സ്റ്റിൻ്റെ പ്രാധാന്യം, ഹിന്ദു സ്വരാജിൻ്റെ പ്രാധാന്യം. നാഷണൽ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൺസെപ്ച്വലൈസിങ് സ്വരാജ് വാസ് എൻ ഇമ്പോർട്ടൻ്റ് ഐഡിയ ആൻഡ് ഓൾസോ ദ മെത്തേഡ് ഓഫ് ആർട്ടിക്കുലേഷൻ. അങ്ങനെ ആ തരത്തിൽ പറയാം. ഞാൻ നമുക്ക് 2-3 കാര്യം എങ്ങനെയാണ് ഈ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണ് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, അത് പൊളിറ്റിക്കൽ കാറ്റഗറി ഇൻ ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. 2, it draw out the philosophical basis of the idea of Swaraj. The idea actually in a wider search of human freedom and liberty. ആ അർത്ഥത്തിൽ ഗാന്ധിയൻ കൺസെപ്ച്വലൈസേഷൻ ഓഫ് സ്വരാജ് ഈസ് ബേസിക്കലി വെരി ഇല്ലസ്ട്രേറ്റീവ് ഓഫ് എന്താ പറയുക, നോട്ട് മിയർലി ദ സിസ്റ്റം ഓഫ് ഗവർണൻസ്. ആ ഗവർണൻസിനെ പറ്റി മാത്രമുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ല, അതൊരു സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടും ലിബർട്ടീനെ പറ്റിയിട്ടും, അതായത് ഹ്യൂമൻ ഫ്രീഡത്തിനെ പറ്റിയും ലിബർട്ടീനെ പറ്റിയിട്ടുള്ള പല ഐഡിയാസും അത് മുന്നോട്ട് വെക്കപ്പെടുന്നു. അതായത് അന്ന് വരെ ഉള്ള ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിനെ പറ്റി പോരാടുമ്പോൾ ഈ ഒരു എന്താണ് ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, സ്വരാജ് എന്താണെന്ന് ചോദിക്കും. ഗാന്ധി ഡിഫൈൻ ചെയ്യുന്നില്ല കേട്ടോ ഒരു സന്ദർഭത്തിൽ പോലും. യഥാർത്ഥത്തിൽ രണ്ടാമത്തെ കാര്യം, ഒന്ന് അത് നാഷണലിസത്തിനെ പറ്റിയിട്ടുള്ള ഐഡിയ. അത് അന്ന് വരെ വെസ്റ്റേൺ ഐഡിയ ഓഫ് നാഷണലിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്യുന്നുണ്ട്, നെഗേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെമോക്രറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെയും അതായത് വെസ്റ്റേൺ പ്രോസസ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ, വെസ്റ്റേൺ ഐഡിയ ഓഫ് നാഷണലിസം കംപ്ലീറ്റ്ലി റിജക്ട് ഇൻ ഗാന്ധിയൻ ഐഡിയ ഓഫ് സ്വരാജ്. ഹിന്ദു സ്വരാജിൽ അത് വളരെ വ്യക്തമായിട്ട് ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഐഡിയ. ഞാനത് and the idea of Swaraj provided nationalists with a clearly defined socio-political and economic vocabulary meaningful for a subjectful nation. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആൻഡേഴ്സൺ എന്താ ഇമാജിൻ കമ്മ്യൂണിറ്റി, അത് ആ ഐഡിയ പ്രിന്റ് നാഷണലിസം എന്നൊക്കെ പറയുന്ന കാര്യത്തിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുകയും അദ്ദേഹം പ്രത്യേകിച്ചിട്ട് അതിന് പറയാൻ കാരണം ഇതാണ്. ഈ ഐഡിയ മുഴുവൻ കൺസെപ്ച്വലി നോക്കിയാൽ ഇത് മുഴുവൻ വെസ്റ്റേൺ ഐഡിയ ഓഫ് നാഷണലിസമാണ്. അതായത് നമുക്ക് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മൾട്ടി നാഷണലിസം ഉള്ള ഒരു രാജ്യത്തിന് കൂട്ടി യോജിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഹറന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അത് ഇമാജിനേഷന് വേറെ രീതിയിലുള്ള ഒരു സോഷ്യൽ ഇമാജിനേഷനെയാണ് ഗാന്ധി വെസ്റ്റേൺ അന്ന് വരെ ഡോമിനന്റ് ആയിട്ടുള്ള വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് നേഷനെ റിജക്റ്റ് ചെയ്യുകയും പുതിയ പൊളിറ്റിക്കൽ ഇമാജിനേഷൻ മുന്നോട്ട് കൊണ്ടുവരികയാണ് ഗാന്ധി യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് ഞാൻ പറയുന്നത് അതിൻ്റെ ക്രിട്ടിക് ഇല്ല എന്നല്ല, അംബേദ്കർ ക്രിട്ടിക്കൊക്കെ ഉണ്ട്. അത് പക്ഷേ നമ്മൾ വേറെ സമയത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റി ഞാനിപ്പം പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ, നോട്ട് ഓൺലി കൾച്ചറൽ റെഫറൻറ്റ് ഇൻ ഇന്ത്യ. ഇത് യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ആകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് Gandhi avoided the language of nationalism primarily because he was aware of യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടാണ് നിലനിന്നത്. ആ സമയത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്. രണ്ട്, എങ്ങനെയാണ് മുസ്ലിങ്ങൾ അടക്കമുള്ള ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, പിന്നെ ഇവിടുത്തെ മൈനോറിറ്റീസ്, ഇവിടുത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ എങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഗാന്ധിൻ്റെ സ്വരാജിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഗാന്ധി അത് പല ഒക്കേഷനിലും അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു
ഗാന്ധി ഇതൊരു ഈ ടെക്സ്റ്റ് വായിച്ചാലേ നമുക്കത് മനസ്സിലാവും. ഗാന്ധി വളരെ വളരെ ഇമാജിനേഷനുള്ള മനുഷ്യനായിട്ടാണ് എനിക്ക് ആ ടെക്സ്റ്റ് വായിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഈ മൈനോറിറ്റീസിനെയും ഹിന്ദു ലോവർ കാസ്റ്റിനെയും അതായത് പെരിഫറിയിൽ നിൽക്കുന്ന ഈ മനുഷ്യരുടെ ഇമാജിനേഷനെ എങ്ങനെയാണ് ഇത് സ്വാധീനിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇന്ത്യ ഒരു നേഷൻ ആവാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധി ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് നാഷണലിസത്തെ പറ്റിയിട്ട് ജോൺ ഷോർട്ട് ബില്ലിൻ്റെ ഒരു കൊട്ടേഷൻ ഞാനിവിടെ പറയാം. അദ്ദേഹം പറയുന്നത്, ഫ്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ in a country made up of different nationalities. Among a people without fellow feelings, especially if they read and speak different languages. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്ന, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന, ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്നിക് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് ദ യുണൈറ്റഡ് പീപ്പിൾ ഒപ്പീനിയൻസറി ടു വർക്കിംഗ് ഓഫ്, അതായത് ഈ ഇത്തരത്തിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സാധ്യതയില്ല എന്നാണ് ജോൺ സ്റ്റുവർട്ട് മിൽ പറയുന്നത്. അതായത് നാഷണലിസത്തിനെ പറ്റിയിട്ട് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ചില കൺസെപ്റ്റുകളിൽ ഒന്നാണ് ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ഒക്കെ. അപ്പം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാനിങ്ങനെ ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് ഈ ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും എങ്ങനെയാണ് നടക്കുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ ഗാന്ധി ഒരു ശ്രമം, ഗാന്ധിൻ്റെ ഈ സ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ഗാന്ധി ഒരു ശ്രമം നടത്തുന്നതാണ്. യഥാർത്ഥത്തിൽ സ്വരാജ് എന്ന് പറയുന്ന ഐഡിയ മുന്നോട്ട് വെക്കുന്നത് ആക്ച്വലി ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചാൾസ് ടൈലർ പിന്നീട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡെമോക്രസീനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഒബ്ലൈജസ് അസ് ടു ഷോ മച്ച് മോർ സോളിഡാരിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് ടു വൺ അനദർ ഇൻ അവർ ജോയിന്റ് പൊളിറ്റിക്കൽ പ്രൊജക്ട്. അങ്ങനെ ഒരു സോളിഡാരിറ്റി, കോഹറൻ്റ് ആയിട്ടുള്ള സോളിഡാരിറ്റി, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പ്രൊജക്ട് ഫെയിലിയർ ആവും. ഇറ്റ് വാസ് ഡിമാൻഡഡ് ബൈ ദ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ ഹൈറാർക്കിക്കലായിട്ടും അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് മുന്നേ ഇത് കൺസീവ് ചെയ്യപ്പെട്ടത്. ആ രീതിയിലാണ് ഇത് കൺസീവ് ചെയ്യപ്പെട്ടത്. പക്ഷെ ഗാന്ധിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏറ്റവും പുതിയ കൺസെപ്റ്റായിട്ട് ഗാന്ധി ഈ സോളിഡാരിറ്റിനെയും കമ്മിറ്റ്മെൻറ്റിനെയും അദ്ദേഹം സ്വരാജിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാനിത് അവസാനിക്കും. 4 കാര്യം സ്വരാജ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ആസ് എ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഓക്കെ, അണ്ടർലൈനിങ് ഇറ്റ്സ് റോൾ ഇൻ എ ഹൈലി ഡിവൈഡഡ് സൊസൈറ്റി ലൈക്ക് ഇന്ത്യ, സ്വരാജ് വാസ് ഡിഫൈൻഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഇതിങ്ങനെ ഈ രീതിയിൽ 4 അർത്ഥത്തിൽ നിങ്ങൾക്ക് പറയാം. ഒന്ന്, നാഷണൽ ഇൻഡിപെൻഡൻസ്, political freedom of the individual, economic freedom of the individual, and spiritual freedom of the individual, that is self-rule. ഇങ്ങനെ ഉള്ള 4 കാര്യമാണ് സ്വരാജിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കാര്യം. ഈ 4 കാര്യമാണ് 4 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്വരാജ്. അത് ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അതിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ 3 നാഷണൽ ഇൻഡിപെൻഡൻസ്, പൊളിറ്റിക്കൽ ഫ്രീഡം ആൻഡ് ഇക്കണോമിക് ആൻഡ് ഫ്രീഡം ഓഫ് ദ ഇൻഡിവിജ്വൽ, അത് നമുക്കിങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ള, അതായത് കൊളോണിയൽ മോഡേണിറ്റീൻ്റെ വിപരീതങ്ങളായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു കാര്യം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എലമെന്റ് ഇതിൽ കാണാം. എന്താണെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഫ്രീഡം, ദാറ്റ് ഈസ് ദ ക്യാരക്ടർ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വിച്ച് everyone aspires to actualize once the ആദ്യത്തെ 3 സാധ്യമാകുമെങ്കിലും മാത്രം അവസാനത്തെ 4ാമത്തെ കാര്യം നടക്കും. ആ തരത്തിൽ സെൽഫ് റൂൾ ഇസ് എ കണ്ടീഷണൽ ഓൺ ദ ആബ്സെൻസ് ഓഫ് ക്ലിയർലി ഡിഫൈൻഡ്
ആദ്യത്തെ 4 കാര്യം നടക്കുമ്പോൾ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാര്യം കാണാൻ പറ്റൂ. ഗാന്ധിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് is a foundational theory of Gandhi's social and political thought. Swadeshi was also an empirical demonstration of those relevant social, economic and political steps towards. അതായത് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗാന്ധിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ്. അതിന് ഈ സ്വരാജ് എന്ന് പറയുന്ന ഐഡിയയുടെ പ്രാക്ടീസാണ് സ്വദേശി മൂവ്മെന്റിലൂടെ ഗാന്ധി നടത്തിയത്. അതിനെപ്പറ്റി ഞാൻ അധികം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഗാന്ധി പറയുന്നത് വാട്ട് വാസ് പ്രൈമറി ഇൻ സ്വരാജ് വാസ് abandonment of fear of death or the ability to suffer without. വെറുപ്പില്ലാണ്ട് നിങ്ങൾ എങ്ങനെയാണ് സഫർ ചെയ്യുക? He did not define the term, identifying its characteristics, but he gave the content to the idea had clear indigenous roots. നമുക്ക് ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് അത് ഇന്ത്യൻ, ഞാൻ നേരത്തെ എസ്കോബാറിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ എവിടുന്നാണ്, ദർ ഇസ് നോ ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഇവിടുത്തെ പൊളിറ്റിക്കൽ വ്യവഹാരങ്ങളിൽ മുഴുവൻ പറയുന്ന ഒരു കാര്യം, ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. ബട്ട് ഗാന്ധി ആക്ച്വലി കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള സമരത്തിൽ കണ്ടെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ, സ്വരാജ് എന്ന് പറഞ്ഞ ഐഡിയക്ക് ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള റൂട്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. ഗാന്ധി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് നോൺസെൻസ്. ഇറ്റ് ഈസ് നോൺസെൻസിക്കൽ to parch one's throat with thirst when a kindly Mohammedan is ready to offer pure water to drink. But Gandhi പറയുന്നത്, yet thousands of Hindus would rather die of thirst than drink water from Mohammedan household. This is probably the most elaborate statement on Swadeshi, which decisively influenced the conceptualization of Swaraj. That was also context dependent. ഞാൻ പറയുന്നത് പറഞ്ഞാൽ, ഇത്തരത്തിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങള് എങ്ങനെ കോർത്തിണക്കാം, അതൊരു പുതിയ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഭാവനേന്റെയും സാമൂഹ്യമായിട്ടുള്ള ഒരു, അതായത് ഈ ജനവിഭാഗങ്ങൾ, അതായത് അർബൻ സെൻട്രേഡ് ആയിട്ടുള്ള എലീറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിലാണ് കോൺഗ്രസ് അന്ന് വരെ നിലനിന്നിരുന്നെങ്കിൽ, ആ കോൺഗ്രസിനെ ഏറ്റവും താഴെ തട്ടിലുള്ള ജനവിഭാഗങ്ങളുമായിട്ട് അതായത് എലീറ്റ് ഓഫ് ദ അർബൻ, എലീറ്റ് ഓഫ് ദ വില്ലേജ് ആൻഡ് ഓർഡിനറി പീപ്പിൾ. ഗാന്ധി സഞ്ചരിച്ചതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഗാന്ധി ഈ പൊളിറ്റിക്കൽ ഭാവനയും സാമൂഹ്യമായിട്ടുള്ള ഈ ഭാവനയും മുന്നോട്ട് വെക്കുന്ന, ഗാന്ധിനെ പറ്റി ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട്. അത് നമ്മൾ അംബേദ്കറിന്റെ ക്രിറ്റിസിസം ഉണ്ട്, മറ്റു പല ക്രിറ്റിസിസും നിലവിലുള്ളപ്പോൾ പോലും ഗാന്ധി, ഞാൻ മനസ്സിലാക്കുന്ന ഈ ടെക്സ്റ്റ് വായിച്ചതിൽ ഞാൻ മനസ്സിലാക്കുന്ന, ഗാന്ധി ഈ പൊളിറ്റിക്കൽ ഇമാജിനേഷനെ വളരെ കൃത്യമായി യൂസ് ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ഓൾട്ടർനേറ്റീവ് ടു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന, നമ്മൾ ഇന്നത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ എന്താ പറയുക, നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന, കീഴടക്കുന്ന ഈ ഒരു എന്താ പറയാ, പൂർണ്ണമായി കീഴടക്കാൻ വെമ്പുന്ന ഒരു ലോകത്തില്, നമ്മളെ കീഴടക്കാൻ വെമ്പുന്ന ലോകത്തില് ഗാന്ധി എങ്ങനെയാണോ സ്വരാജിനെ കണ്ടെടുക്കുന്നത്, അതുപോലെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് there are alternative to the development. നമുക്ക് ശശികുമാർ സാറ് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക്
ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കണ്ടു പോസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ നോഷൻ ഓഫ് ഡെവലപ്മെന്റ് ക്രിട്ടിക്ക് ചെയ്യുന്നു. അതായത് ട്രഡീഷണൽ നോഷൻ ഓഫ് ഡെവലപ്മെന്റ് എന്താണ് പറയുന്നത്? ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏകശിലാരൂപമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ട്രഡീഷണൽ നോഷൻ ഓഫ് ഡെവലപ്മെന്റ്. രണ്ടാമത്തെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള സ്റ്റേജസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആദ്യം പ്രൈമറി സെക്ടർ വളരണം, രണ്ടാമത് ഇൻഡസ്ട്രിയൽ സെക്ടർ വളരണം. അങ്ങനെയുള്ള സ്റ്റേജസിലൂടെ മാത്രമേ പോകൂ എന്നുള്ള ഒരു നോഷൻ ഈ സാമ്പ്രദായിക വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്. സാറ് പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം വരുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ സാംസ്കാരിക പ്രക്രിയയുണ്ട്, രാഷ്ട്രീയ പ്രക്രിയയുണ്ട്, സാമ്പത്തിക പ്രക്രിയകളുണ്ട്. ഈ എല്ലാ പ്രക്രിയകളും മാറുന്നു എന്നുള്ള കാര്യമാണ് നമ്മുടെ സാമ്പ്രദായിക വികസനം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, സാറ് തന്നെ പറഞ്ഞു, ഈ ഇൻഡസ്ട്രി എന്താണ് യൂറോപ്പിലെ ആ നവോത്ഥാനം അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഒന്നും വന്നില്ല ഈ നവോത്ഥാന കാലത്ത്. പക്ഷെങ്കിൽ ആ നവോത്ഥാനമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിയത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനെ എല്ലാത്തിനെയും മാറ്റുന്ന ഒരു എന്താണ് ദ മൂവിങ് ഫാക്ടർ എന്നുള്ള രീതിയിലൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളത് സാറ് തന്നെ പറഞ്ഞത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് തന്നെ ഈ അപകോളനീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗാന്ധിയും ഈ ഫൂക്കോയും എല്ലാം മുന്നോട്ട് പോകുന്നതും ഇത് തന്നെയാണ്. അതായത് വെസ്റ്റ് നമ്മൾ കണ്ടു ട്രൂമാന്റെ സ്റ്റേറ്റ്മെന്റ്, സാറ് ആദ്യം പറഞ്ഞു ട്രൂമാന്റെ സ്റ്റേറ്റ്മെന്റ് അതെങ്ങനെയാണ് ലോകത്തെ രണ്ടായി വിഭജിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അതായത് ഡെവലപ്ഡ് രാജ്യം, അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യം എന്നുള്ള രീതിയിലെല്ലാം വിഭജിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോ അതിന് എതിരായിട്ടുള്ള ഒരു എന്താണ് ഒരു കാര്യമായിട്ടാണ് നമ്മുടെ ഫൂക്കോയും ഗാന്ധിയും എല്ലാം ഈ അവരുടെ നോഷൻ ഓഫ് ഡെവലപ്മെന്റിനെ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ നമ്മൾ വിശദമായിട്ട് സാറ് തന്നെ പറഞ്ഞു എന്താണ് ഫൂക്കോയിഡിയൻ മെത്തേഡ് എന്താണ്, മെത്തേഡ് ഓഫ് അനാലിസിസ് എന്താണ് എന്ന് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ കൊണ്ടുവന്നു. പിന്നെ ഗാന്ധിയുടെ മെത്തേഡ് എങ്ങനെയാണ്. ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് സ്വയം നവീകരിക്കുന്ന ഇതാണ്. നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് എടുത്ത് ഗാന്ധി ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഗാന്ധിയും ഫൂക്കോയും എന്താണ് കാലാകാലങ്ങളിൽ അവരുടെ മെത്തേഡിനെ നവീകരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാറ് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് എന്താണ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യവും ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. സാറ് അതിന് സാറിന്റെ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള സ്വഭാവം. അതായത് ഇപ്പോൾ യുജീനിക് സാറിന്റെ ഒരു പുസ്തകം സ്റ്റാർട്ടിങ് കണ്ടു, എക്സ്ക്ലൂഷനേക്കാൾ ചില സമയത്ത് ഇൻക്ലൂഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ സാധനത്തിനകത്തുണ്ട് ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നമ്മൾ ആദിവാസി വികസനത്തിനകത്തൊക്കെ ഇന്റഗ്രേഷൻ എന്നുള്ളൊരു നയം എടുത്തതായിട്ട് പിന്നെ കുറച്ച് കാരണമായിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺസർട്ടനിറ്റിക്ക് പ്രശ്നമായിട്ടുണ്ട്. ഈ ഡെവലപ്മെന്റിൽ ഈ ഇൻക്ലൂഷൻ എന്നുള്ള സാധനം ഒരു പ്രധാന സാധനമായിട്ട് വരും. അത് പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പല കോൺടെക്സ്റ്റുകളിൽ. ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടോ? 2-3 ചോദ്യങ്ങൾ ചോദിക്കും. സാറ് എല്ലാം ഒരുമിച്ച് അതിനെ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കും.
രാഷ്ട്രീയത്തിലെ ഈ ഒരു തോന്നുകയാണ് ഈ അംബേദ്കർ വരുമ്പോ അംബേദ്കർ വേറൊരു വിഷയമാണ്, നമുക്ക് വേറെ സംസാരിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റി വെക്കലുണ്ട്. ഈ ഗാന്ധിയുടെ ഹിന്ദ് സ്വരാജ്യൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ആധുനികതയുടെ വിമർശനം, ആധുനികത കൊണ്ടുവന്ന ചില കോട്ടുകൾക്ക് നേരെയുള്ള കൂടി വിമർശനമായിരുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വികസനമോ എന്തായാലും അതിന്റെ ഏറ്റവും അരികിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ജാതിയാണ്. ആ ജാതിയെ വേറൊരു തരത്തിൽ സമീപിക്കുന്നതിൽ കൊളോണിയൽ മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു സംഖ്യ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗാന്ധിയുടെ ജാതിയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാന്ധി ഒരർത്ഥത്തിൽ ഈ ചാതുർവർണ്ണ സിസ്റ്റത്തെയൊക്കെ എന്ത് ചെയ്തിരുന്നു, അംഗീകരിക്കുകയോ അതിനെ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്തു. അപ്പൊ എങ്ങനെ നമുക്ക് അംബേദ്കറെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വികസന സാധനങ്ങളെ കാണാൻ പറ്റും? അംബേദ്കർ ക്യാപിറ്റലിസത്തിൽ ഒരു അർത്ഥത്തിൽ വിമോചനം കണ്ടിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കറിയില്ല. അപ്പോ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ സെയ്ദിന്, എഡ്വേർഡ് സെയ്ദ്, അദ്ദേഹം ഡിസ്കോഴ്സിനെ തന്നെ ഇപ്പം ഫൂക്കോൾട്ടിയൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വെസ്റ്റ് എങ്ങനെ ഓറിയന്റിനെ നോക്കിക്കണ്ടു, കിഴക്കിനെ വെസ്റ്റ് എങ്ങനെ നോക്കിക്കണ്ടു, വെസ്റ്റേൺ പെർസെപ്ഷൻ ഓഫ് ഓറിയന്റ്, അതാണ് ഓറിയന്റലിസത്തിന്റെ രണ്ടാമത്തെ. അപ്പൊ അതില് ഒരു ജ്ഞാനാധികാരം എന്നതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അങ്ങനെ വികസനം എന്ന് പറയുന്ന സാധനത്തിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ. ഞാൻ ഉത്തരം പറയുന്ന ആളല്ലേ. ഞാന് ഇങ്ങനെ ചെയ്യാം, നമ്മളെ ഒരു എൻഗേജ്മെന്റ് എന്നുള്ള നിലക്ക്, ഒരു ഡയലോഗ് എന്നുള്ള നിലക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ട്രൈ ചെയ്യാം, ശ്രമിക്കാന്ന് മാത്രമേ ഞാൻ പറയാൻ. ഒന്ന് ഇൻക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് കാക്കന്റെ വർക്കല്ലേ നിങ്ങൾ പറയുന്നത്. കാക്ക ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേഷന്റെ പുറത്താണ് പറയാൻ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ. ഗാന്ധി സ്റ്റേറ്റിനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. ഗാന്ധി വിഭാവനം ചെയ്യുന്ന യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണോ ഈ ലിബറൽ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് നമുക്ക് അറിയില്ല. കാരണം ഗാന്ധി ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് മെഷീനറിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് മുഴുവൻ പിന്നീട് ഉണ്ടായി വരുന്നത് ഇതിന്റെ നമുക്ക് ഞാനിപ്പോ നെഹ്റുവിന്റെ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ചില ആളുകള്, ഒന്ന് ശ്യാം പ്രസാദ്